സ്വാഗതമോതുന്നു നഗരസുന്ദരി, സ്വാഗതമോതുന്നു നഗരസുന്ദരി. ഒരു കണ്ണിൽ വന്ദനം, മറുകണ്ണിൽ യാത്രാമൊഴി. ഒരു കണ്ണിൽ വന്ദനം, മറുകണ്ണിൽ യാത്രാമൊഴി. ശ്രീ പത്മനാഭൻ വാഴുന്ന മണ്ണ്, നവജാധാരവം മുഴങ്ങും മണ്ണ്. ശ്രീ പത്മനാഭൻ വാഴുന്ന മണ്ണ്, നവജാധാരവം മുഴങ്ങും മണ്ണ്. രാജാധികാരം രാജ്യസമർപ്പണത്തിന് വേണ്ടിയായിരിക്കണമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു രാജാവിന്റെ നാടാണിത്. ശ്രീ പത്മനാഭദാസന്മാരെന്നായിരുന്നു ഇവർ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. ഓക്കെയാണോ? വിജയത്തിനുയരങ്ങൾ, തോൽവിതൻ താഴ്ചകൾ, ഇടയിൽ മുറിവേറ്റും ഓടുന്ന ഹൃദയങ്ങൾ. വിജയത്തിനുയരങ്ങൾ, തോൽവിതൻ താഴ്ചകൾ, ഇടയിൽ മുറിവേറ്റും ഓടുന്ന ഹൃദയങ്ങൾ. കഥയിലെ വ്യഥകൾ, വ്യഥയുടെ കഥകൾ, പതിരിലെ നെല്ലെണ്ണി കുഴയുന്ന മോഹങ്ങൾ. ഉണരുന്ന സുന്ദരി, ചതിക്കുന്ന രാക്ഷസി, ഉണരുന്ന സുന്ദരി, ചതിക്കുന്ന രാക്ഷസി. നഗരസുന്ദരി, 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 നഗരസുന്ദരി. ശ്രീ പത്മനാഭൻ വാഴുന്ന മണ്ണ്, നവജാധാരവം മുഴങ്ങും മണ്ണ്. ശ്രീ പത്മനാഭൻ വാഴുന്ന മണ്ണ്, നവജാധാരവം മുഴങ്ങും മണ്ണ്. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ. പല ലക്ഷ്യങ്ങളുമായി വന്നിറങ്ങുന്നവർ. ഇതിൽ പുതിയ പ്രതീക്ഷകളുമായാണ് പലരും എത്തിച്ചേരുന്നതെങ്കിൽ എല്ലാ പ്രതീക്ഷകളും അവസാനിച്ചാണ് മറ്റു ചിലരെത്തുന്നത്. ഓക്കെയാണോ? സോറി. ചേട്ടാ ഫോൺ. താങ്ക്സ്. ഇടിക്കണവനെ. ആലമ്പ് പയല മിണ്ടിപ്പോരുന്നു. പിരുത്തുകളെ ഞാൻ തലയടിച്ചു വിളിക്കുന്നില്ലേ? നിങ്ങൾ ആരാ? നിങ്ങൾക്ക് ആരാ അറിയാനാണോ നിനക്ക്? മിണ്ടല്ല. സമയപാതയിൽ സൂര്യനും കാറ്റും മുകിലും തുടരും നിരോട്ടം. ഭുവനമാഗോളമനുകരിക്കയായി ജീവനത്തിൻ്റെ ഓട്ടം. മുന്നിലായി സ്വയം വന്നു നിന്നിടാൻ ദ്രുതം.
ആള് മാറിയെന്നാ. ഇവനല്ല, ഇവനാ. ഓടിടും നേരം മാറിടുമേ മുൻപനോ അതോ പിൻപനോ $1 million ആണ് ഈ പ്രോജക്റ്റിന്റെ പ്രോഫിറ്റ്സ്. നമ്മളത് 4 ഡിവൈഡ് ചെയ്യുന്നു. ജയമതിനായി അസുരവേഗം ഡേയ്, നീ എവിടെ പോണു? ചാവാൻ. എന്തരി? നിന്നെ കൊല്ലൂലെന്ന് ഞാൻ പറഞ്ഞല്ലോ, പിന്നെന്ത്? എന്നെ റെയിൽവേ സ്റ്റേഷൻ എടുത്ത് വിട്ടാൽ മതി. നിനക്ക് എവിടെയാണ് പോകേണ്ടത്? എവിടെയും പോകാനല്ല, തല വെക്കാനാ. എന്തരടാ എന്തരി? മുണപ്പ് വർത്താനമൊന്നും പറയണ്ട കേട്ടാ. നീ ചാവാൻ വന്നവനാണെങ്കിൽ എനിക്ക് കൊല്ലേണ്ടത് വേറൊരുത്തനാണ്. അവൻ ചത്തതിന് ശേഷം നീ ഇവിടുന്ന് പോയാൽ മതി. അതുവരെ നിനക്ക് ആയുസുണ്ട്. നീ അവിടെ ഇരിക്കുക കേട്ടാ. ചാവുമ്പോഴെങ്കിലും എൻ്റെ ഇഷ്ടം നടക്കണം. അഭി, വിനയ്, അപരിചിതരായ 2 പേർ. വിനയ് എന്നും അഭിക്ക് മുന്നിലുണ്ടായിരുന്നു. ഒരൊന്നാമൻ നമ്മൾ ഓരോരുത്തരുടെയും മുന്നിലുണ്ട്. അയാളില്ലെങ്കിൽ നമ്മളാണ് ഒന്നാമൻ. ജീവിത മത്സരത്തിലെ പരസ്പരം അറിയാത്ത ഓട്ടക്കാരിലേക്ക്. എടാ നല്ല ക്യൂ ആണല്ലോ. ഞാനിവിടെ നിൽക്കാം. പരിചയക്കാരല്ലോ ഉണ്ടോ നോക്കാം. നീ വിളിക്കാം. കിട്ടുമോ സാധനം? ചേട്ടാ എംസി ഫുൾ. ചേട്ടാ ചേട്ടാ ഒരു പോയിന്റ് വെച്ചിട്ട് തള്ളാതേട്ടാ, ഞാൻ സാധനം വാങ്ങാൻ നിൽക്കും. അവരിപ്പോ അടയ്ക്കും. ചോദിക്കേട്ടാ. കഴിഞ്ഞു സമയം. ചേട്ടാ ഒരു ഫുള്ള്. ചേട്ടാ ഒരു ഹാഫ് മതി ചേട്ടാ. കഴിഞ്ഞു. എന്റെ പൊന്നേട്ടാ സമയം കഴിഞ്ഞു. എന്തോ പരിപാടി അത്. ഇനി നിന്നിട്ട് കാര്യമില്ല, നിങ്ങൾ ചെല്ലേ. നീ എന്നാ വരുന്നു? ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഒഴിക്കടാ. എന്നാ മച്ചാടി ഇന്നത്തെ അവസാനത്തെ കുപ്പിയത്, വിച്ച് മീൻസ് ദ മോസ്റ്റ് വാല്യുബിൾ വൺ. ഇതിനുശേഷം പിറക്കാതെ പോയ എല്ലാ കുപ്പികൾക്കും, നിരാശരായ എല്ലാ കുടിയന്മാർക്കും വേണ്ടി അളിയ ഞാൻ കരുതിയ സീൻ ഷോകാവുന്ന കൃത്യം ഇവൻ കഴിഞ്ഞപ്പം ടപ്പേന്ന് വാതിലടഞ്ഞു. വിനയുടെ മുമ്പിൽ വാതിൽ അടയാറില്ലടാ, എന്നും തുറന്നിട്ടേ ഉള്ളൂ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. നീ അറിഞ്ഞോ മേലെ മാനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. നിന്റെ ജീവിതം കർത്താവിന് വരവേൽപ്പിക്കുക, കർത്താവിൽ വിശ്വാസം അർപ്പിക്കുക. അവിടുന്ന് നോക്കിക്കൊള്ളും. അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തിത്തരും, മധ്യാഹ്നം പോലെ നിന്റെ അവകാശവും. കിട്ടിയ വാ വാ വാ. ആകെ ശോകമായി. മുമ്പ് ഇന്നവന് കിട്ടുകയും ചെയ്തു. നമ്മ കിളിവാലോടെ കൈ ഇടിയും ടപ്പൊന്നൊരടിയും. എന്റെ നെഞ്ചു പൊട്ടി ചോദിച്ചപ്പോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരെ വിളിച്ചാ കിട്ടും? കൈ വിറച്ചിട്ട് നിൽക്കാനും വയ്യ. നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വികാരച്ചനൊന്ന് വിളിച്ചേ. അച്ഛൻ്റെ ഈ സാധനം ഉണ്ടോ? അച്ഛൻ്റെ സ്റ്റോക്ക് കാണും, അച്ഛന്മാരുടെ കയ്യിൽ കാണും. ഒന്ന് വിളിച്ചു നോക്കടാ, കിട്ടിയാ കിട്ടി. അച്ഛൻ്റെ നമ്പർ നീ സേവ് ചെയ്ത്. വികാരി അച്ഛൻ പ്രാർത്ഥിച്ചേ. റിങ് ചെയ്യുന്നുണ്ട്. അച്ചോ, ഈശോ മിശിഹായെ സ്വീകരിക്കട്ടെ. അതെ ചാച്ചപ്പൻ അച്ചോ. അതെ ഡയമണ്ട് എഞ്ചിനീയർ. അത് തന്നെ. അച്ചോ ഉറക്കമായോ? ഇല്ല, ഞാൻ വിളിച്ചത് അച്ചോ, നാളെ ഞാൻ ഈ കൊമ്പസാരം കഴിക്കാൻ വേണ്ടി രാവിലെ വരണോ വൈകിട്ട് വരണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഹലോ അച്ചോ, വയ്ക്കല്ലേ. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. അച്ഛൻ്റെ കയ്യിൽ കുപ്പി വല്ലതും ഉണ്ടോ? ഞാൻ ആരോടും പറയില്ല. റമ്മായാലോ ബ്രാൻഡിയോ വിസ്കി ആയാലും മതി. ഞാൻ നാളെ വാങ്ങിത്തരാം. കള്ളയടച്ചു വെച്ചു, അതുകൊണ്ടാ. സെമിനാരിയിലൊക്കെ ഇപ്പൊ തെറിയാണ് പഠിപ്പിക്കുക. പിടിച്ചേ, ബൈബിൾ വായിച്ചത് വെറുതെ. കുപ്പി വാങ്ങിയ ബൈബിൾ വായിച്ചതിന് ബൈബിൾ വായിച്ച നീയൊക്കെ നേരത്തെ എത്താനാണ്. എന്നിട്ട് വെറും കൈയോടെ വന്നേക്കണം. പിന്നെ അച്ഛനല്ല
വേറെ ആരെ വിളിക്കാൻ ഈ നേരത്ത്? എന്ത് സഹായം ഏത് നേരത്തും ചോദിക്കാമെന്ന് അച്ഛൻ കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ പറഞ്ഞ നീ കേട്ടില്ലേ? അതിൽ കുപ്പിയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. ഇല്ലല്ലേ? ഇതെന്ത് ഭാഗ്യക്കലാണ്. വാതിക്കെത്തും, എന്നാ അത് കിട്ടോ? കിട്ടൂല. ഏരണം കെട്ടവൻ. എന്റെ ചാച്ചപ്പ, പോയവനെ പോയവന്റെ വിഷമം അറിയും. കിട്ടാത്തവന് കിട്ടാത്തവന്റെ വിഷമവും. പോലീസ് നീതി പാലിക്കുക. ചേട്ടാ നിർത്തിക്കേ. ചേട്ടാ റോയൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പോണായിരുന്നു. ചേട്ടാ എനിക്ക് 11 മണിക്ക് ഇന്റർവ്യൂ ഉള്ളതാ. എടാ ഇവരെ ഹോസ്പിറ്റലാക്കിയിട്ട് നിന്നെ വിടാം. അടുത്ത ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവിട്. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുക കേട്ടോ. ഒന്നിങ്ങ് നീങ്ങിരിക്കടാ. ശരി. ഹലോ, ആ ചാൻസൽ നമ്പർ ഓണാ. മെറിറ്റിലാരും വന്നില്ലെങ്കിൽ അടുത്ത ചാൻസ് എനിക്ക് തന്നെ. നോ, എല്ലാവരും ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്യാനുള്ളൂ. സാനിയ? യെസ്. ചേട്ടാ എനിക്ക് 11 മണിക്കാ കോളേജ് അഡ്മിഷൻ. എന്റെ മോനെ, ഓട്ടോയിൽ പ്രസവിച്ച ജീവിതകാലം മുഴുവൻ നാണക്കേടാ. നീ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കും. അബിൻ ഗീവർഗീസ്. വിനയ് ശങ്കർ. ഒന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ സർ. എത്ര പൈസയായി? 1500 ഒന്നും വേണ്ട, 100 രൂപ തന്നാൽ മതി. ചേട്ടായി സമയം വൈകിട്ടോ, വേം വിട്ടോണേ. നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ഗ്രൂപ്പ് ഏതാ ബ്ലഡ്? എ പോസിറ്റീവ്. നീ വന്നേ വാ. ഞാൻ ചേട്ടാ ഞാൻ തന്നെ വരുന്നത്. പൊന്നിയേട്ട എനിക്ക് കോളേജിൽ ഇന്റർവ്യൂവിന് പോകാനുള്ളതാണ്. ഇപ്പൊ വിടാം മോനെ, ഇപ്പൊ വിടാം. ഇനിയിപ്പോ ഈ നേരത്തെ വേറെ ആളെ കിട്ടാനില്ല. എന്റെ ചേട്ടൻ എനിക്ക് ഇന്റർവ്യൂ വരാൻ. ഇപ്പൊ വിടാം, ഇപ്പൊ തന്നെ വിടാം. എന്റെ ചേട്ടാ കോളേജ് അഡ്മിഷൻ ഉള്ളതാണ്. അതൊക്കെ ശരിയാക്കാം. ഇപ്പൊ വിടാം, ഇപ്പൊ വിട്ടേക്കാം. വിനയ് ശങ്കർ സർ, സർട്ടിഫിക്കറ്റ്. Wish you all the best. Thank you, sir. Hey, Abin. No, Vinay Shankar. സോറി, ഞാൻ ലിസ്റ്റിൽ കണ്ട പേര് അബിൻ ആയിരുന്നു. Okay. ടൗണിലേക്കാണോ? Yeah. ഞാൻ ഡ്രോപ്പ് ചെയ്യാം. Okay. ഡാഡി, ഇതെന്റെ ബാച്ച്മേറ്റ് വിനയ്. Hello, uncle. Hello. സാറേ, സർ, അബിൻ ഗീവർഗീസ്. യു ആർ ലേറ്റ്. വേറൊരാൾ ജോയിൻ ചെയ്തു. അയ്യോ സാർ, സമരം കൊണ്ട് ബസ് കിട്ടിയില്ല, അതുകൊണ്ടാ. സോറി.
നീ എന്താടി ഇവിടെ കുളിമുറിയുടെ മുന്നില്? അതമ്മച്ചി അഭിച്ചേട്ടായി കുളിക്കാൻ കയറിയിട്ട് ഒരുപാട് നേരമായി. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അവൻ കുളിച്ചോട്ടെ. അതല്ല അമ്മച്ചി, അകത്തുനിന്ന് കരയുവാണെന്നാ തോന്നുന്നത്. അതാ ഞാൻ. ആ, അവന് കരയണമെങ്കിൽ വെള്ളം കോരി കളയുന്ന എന്തിനാ? അങ്ങ് കരഞ്ഞാ പോരെ. നമ്മൾ അറിയാതിരിക്കാനാ. അല്ലെങ്കിൽ തന്നെ ആണ്ടിലും സംക്രാന്തിക്കോ വെള്ളം പൈപ്പ് തന്നെ. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളമേ. ആമേൻ. അബിയുടെ അഡ്മിഷൻ ഒന്നല്ലായിരുന്നോ? അവനെ ചേർത്തോ? അവനെങ്ങും ചേർന്നില്ല. ചെന്നപ്പോഴേക്കും വൈകി. വേറെ പിള്ളേര് ചേർന്നു. അയ്യോടിയേ, അതെന്ത് പറ്റി? കഷ്ടമായി പോയല്ലോടി. ഗതി പിടിക്കണ്ടെന്ന് തീരുമാനിച്ചല്ലേ ജനിച്ചേക്കണേ. ഓ, അത് പിന്നെ അങ്ങനെ വരും. ഒന്ന് പതുക്കെ പറയണ്ട സാറാ. ചക്കൻ കേൾക്കില്ലേ? വയസ്സ് 10-17 അവന് വിഷമമാവൂലേ? ഓ, വിഷമിക്കട്ടെ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി എന്ത് ചെയ്യാനാ? ചാച്ചപ്പഞ്ചാട്ടിന്റെ വർക്ക്ഷോപ്പിൽ പോട്ടെ. അതും എഞ്ചിനീയറിംഗ് അല്ലേ, വിധിച്ചതേ നടക്കും. ഓ, കറണ്ടും പോയി. അത്താഴമൊക്കെ ശരിയായോ കുഞ്ഞേച്ചി? ആഹാ, കുഞ്ഞേച്ചി പോയോ? ജീവിതം തീർക്കുമീ മരണവേഗർത്തങ്ങള് ചക്രമായുരഞ്ഞേ തിരിയും തീവണ്ടി പടാ. അരികെ പച്ച ജീവനിറ്റു വീണാൽ മിഴികൾ തെല്ലു നീട്ടിടാതെ ഓട്ടം. ചതുരമൊറ്റ ലക്ഷ്യമെത്തിടാനായി ചിറകു വീശു നീട്ടമസിക്കൂട്ടം. കാലമാകുമാ തേരിൽ നീയും ഒഴുകും. ആരോട് ചൊല്ലാനീ വിധി? സമയപാതയിൽ സൂര്യനും കാറ്റും മുകിലും തുടരും നിരോട്ടം. ഭുവനമാഗോളമനുകരിക്കയായി ജീവനത്തിൻ്റെ ഓട്ടം. മുന്നിലായി സ്വയം വന്നു നിന്നിടാൻ ഓടിടും നേരം ആരും ജയിച്ചിടുമേ. അവനവനായി ജയമതിനായി അസുരവേഗം പിടഞ്ഞിതാ നഗരം. മോളെ വാ. ഏയ് അമ്മേ പോവാണേ. ചോറെടുക്കാതാണോടി പോകുന്നത്? വേഗം വേഗം വേഗാട്ടെ. എന്റെ കറി നമ്മളുടെ പ്രിയങ്കരനായ വാത്സല്യനിധിയായ കൺകണ്ട ദൈവമായ വലിയപ്പച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. ആർക്കണ്ട ഇന്നത്തെ കുറി? നമ്മുടെ ജർമ്മനിയിലെ സഭാട്ടിയുടെ അപ്പന. അതിനങ്ങനെ കുടിയും വഴിയുമില്ലാത്ത ആളായിരുന്നല്ലോ. ആ, അതയാൾ വേഗം പോയത്. നമ്മെ വിട്ടകന്നിരിക്കുകയാണ് നമ്മളുടെ വാത്സല്യനിധിയായ പിതാവ്, പ്രിയപുത്രൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ്. ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ വിനീതമായി അറിയിച്ചു കൊള്ളുന്നു. ഈ നാടിന്റെ സ്വന്തം
മരോട്ടിക്കപ്പറമ്പിൽ ഇട്ടിയച്ചൻ നമ്മെ വിട്ടകന്നിരിക്കുകയാണ് പ്രിയ നാട്ടുകാരെ. അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വൈകിട്ട് കാണാട്ടോ. ചേട്ടൻ ജർമ്മനിന്ന് ഓൺലൈനിൽ അയച്ചതാ. നിനക്കാ അല്ലേ ഇളയപ്പനാ? നിനക്ക് കല്യാണത്തിനില്ല. അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിന് പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. കൊളസ്ട്രോളും ഷുഗറും വരാതിരിക്കാൻ വേണ്ടി ജൈവ പച്ചക്കറി മാത്രം കഴിച്ച ആളാ. പോണ പോക്ക് കണ്ടില്ലേ? ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി. ഈ ഒരു പൈൻറ്റ് വാങ്ങിച്ചോളൂ. ചുമ്മാ തിരിന്നേ. സങ്കടം കൊണ്ടല്ലടാ ഉണ്ടായിരുന്നേ. വാ നമുക്ക് ബാക്കിയുള്ള പണിയെടുക്കാൻ സ്റ്റാർട്ട് ചെയ്ത്. മോനി കട്ടി. ഇതെന്താ ചാച്ചപ്പൻ ചേട്ടാ? ഇത് നമ്മ പണ്ട് ടൊയോറ്റ കമ്പനിക്ക് അയച്ചു കൊടുത്ത ഡിസൈനാണ്. നീ വിളിക്കല്ലേ? കാറിന്റെ സ്റ്റിയറിങ്ങിന് പകരം വിമാനത്തിലേതുപോലെ കൺട്രോൾ സ്റ്റിക്ക് ആക്കാനുള്ള ഡിസൈനാണ്. എന്നിട്ട് എന്താക്കാനാ? അവന്മാരത് കീറി കളഞ്ഞാണ്. എടാ അല്ലേലും ജീൻസ് വിട്ട് ഇംഗ്ലീഷും പറഞ്ഞ് നടന്നാലല്ലേ കാര്യമുള്ളൂ. എടാ മനസ്സേ, എന്നെപ്പോലെയും നിന്നെപ്പോലെയും തലവരയില്ലാത്തവന്മാർ എന്തു വരച്ചാലും വെള്ളത്തിൽ വരച്ച വരെയാണ്. നിനക്കെന്തു തോന്നി മാന്ത്രിക പട്ടിൽ നാം സ്വപ്ന ശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ. എവിടെയായിരുന്നടാ കാറ്റേ? കുംഭമേളയ്ക്ക് പോയതാ. ചെന്നു പെട്ടത് ജല്ലിക്കെട്ടാണോ? എന്നാ പിന്നെ കാളപ്പോരാവട്ടെ. നാട് തണ്ടി നാടറിഞ്ഞു നടക്കുന്നു നീ ആരടാ കാറ്റ്? കൊതിയാവുന്നടാ കാറ്റേ. കാറ്റുപോലെ പാറിപ്പറന്ന് നടക്കാൻ കൊതിയാവുന്ന ആരാടാ നിനക്ക് ഈ പേരിട്ടെ? ആരോ ആ തണ്ടിയെ കൊല്ലണം. ഗംഭീരം അല്ലേ? പറ. ജസി നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ഉത്തൊങ്കതങ്ങളിൽ പാർവതി ശങ്കര തൃഷ്ണകവും നേടിക്കിടച്ചോൾ. കാറ്റിവിടെ വരുമ്പോ ആദ്യം ഈ പാട്ട് പാടുന്നുണ്ടെന്നറിയാമോ? പാട്ടല്ലടാ, കവിത. കുരുവിപ്പുഴ ശ്രീകുമാറിന്റെ ജസി. കുരിപ്പുഴല്ലടാ, ജെസി എന്റെ KV ജെസി. ചാച്ചപ്പൻ പാട്ടിന്റെ സുഖമുണ്ടോ? പാട്ടല്ല, ഈ ജെസി ചാച്ചന്റെ കാമുകിയാ. 9ാം ക്ലാസ്സിൽ വെച്ച് ഒന്നിച്ചു പഠിച്ച ചാച്ചപ്പൻ ചേട്ടന്റെ കാമുകിയാ. എന്താടാ എനിക്ക് പ്രേമുണ്ടായ കുഴപ്പം? ഞാൻ സുന്ദരനാണെന്നുള്ള കുറങ്ങ. ഒന്നുകൂടെ പറ. ജസി നിനക്കെന്തു തോന്നി പെത്തടിൻ തുന്നിയ മാന്ത്രിക പട്ടിൽ നാം സ്വപ്നശൈലങ്ങളിൽ ചെന്നു ചുംബിക്കവേ ഉത്തൊങ്കതങ്ങളിൽ പാർവതി ശങ്കര തൃഷ്ണകവും നേടിക്കിടച്ചാൾ നിറങ്ങവേ. പൊള്ളണ ചൂടാണല്ലോ മാതാവേ. ഇപ്പൊ എല്ലായിടത്തും പനിയാ. പനി മാറൂന്നും പറഞ്ഞ് നല്ല ബ്രാൻഡി കുടിയാ ചേച്ചി. ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കുന്നു, ഇഞ്ചി കുരുമുളക് ഇട്ട് കുടിക്കുന്നു. എന്തായാലും നല്ല പുകില. കയ്യിലുള്ള കാശ് തീർന്നപ്പോ സർക്കാർ ആശുപത്രിയുടെ തിണ്ട കയറി നിരങ്ങുക. അമ്മച്ചി, വിജി ഡോക്ടറിലേക്ക് നമുക്ക് EMC ഹോസ്പിറ്റലിൽ പോകട്ടാ. ഏത് ഡോക്ടറെ കാണാനാ? ചേച്ചി ബിജി ഡോക്ടർ, ഫിസിഷ്യൻ. പേരെന്താ? സാറ. ഏജ്? 52. 100 rupees. 34 ആണ് നമ്പർ. 34 ആണല്ലേ? ഞാൻ വാടാ ഇങ്ങോട്ട്. Welcome, Vinay. Sir. Now you are part of our company. Project in charge. Thank you, sir. തൻ്റെ ടാലൻസിനെ കുറിച്ചും വർക്ക് എക്സ്പീരിയൻസിനെ കുറിച്ചും സാനിയ ഒരുപാട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാനും ഡാഡിയും ഫാദറും ഡോക്ടറും അല്ല, വി ആർ പാർട്ട്നേഴ്സ്. എൻ്റെ പാർട്ട്ണർ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ അപ്രൂവ് ചെയ്യുന്നു.
That means there is no other relationship in business. Hope you can understand. Definitely, sir. ഒഴിക്കടാ. മാറിയിട്ടിരിക്കാൻ വയ്യ. കുറച്ച് സെന്റ് അടുത്ത് അടിക്കടാ. നാറാത്തടിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമില്ലടാ. നമ്മളിവിടെ ഇങ്ങനെ കുറ്റിയടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. 3 ലക്ഷത്തിന്റെ കോണ്ടാക്റ്റാ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? രക്ഷപ്പെടാൻ എന്തിനാടാ കാശ്? കാശുള്ള ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ട്? അവനൊക്കെ കഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ചോദിഞ്ഞുകൊണ്ട് വരിക. എനിക്ക് വല്ലവൻ്റെ പടിവാതിൽ പട്ടിയെ പോലെ കാത്തിട്ട് കിടക്കുന്നു ഇഷ്ടമല്ല കേട്ടാ. കിട്ടിയോടാ? ഓർഡറായി. അതെ, പുതിയ ആള് ചാർജ് എടുത്തെന്നാ പറയുന്നത്. ഭയങ്കര സ്ട്രിക്റ്റാന്നാ കേൾക്കുന്നത്. ഞങ്ങൾ സ്ട്രിക്റ്റാ അല്ലടാ ബി. എന്റെ പൊന്ന് ചാച്ചപ്പൻ ചേട്ടാ കുളമാക്കരുതേ. ഒരെണ്ണം ഒഴിക്കടാ. വേറെന്ത് കിട്ടാനാ? നിനക്ക് നമ്മുടെ കപ്പയാരുടെ മോള് ബ്രിജിത്താൻ ഓർമ്മയില്ലേ? എടി ആ തടിച്ചിയേ വേറെ പോലെ ഇരുന്നവളാ. എഴുപുന്നയിലെ തരകന്റെ വീട്ടിൽ കെട്ടിക്കേറി ചെന്നപ്പോഴേ പെണ്ണ് കയറി അങ്ങ് തെളിഞ്ഞി. തരകന്റെ മോനെയാ അവള് പ്രേമിച്ചത്. നീ ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ചേരും തരവും നോക്കിയിട്ട് മതി ഇട്ടോ പെണ്ണെ. ഇനിയിപ്പോൾ രക്ഷപ്പെടണമെങ്കിലേ അതേ ഒരു വഴിയുള്ളൂ. പിടിക്കുമ്പോ കാശുള്ളവനെ നോക്കി പിടിക്കണം. എന്ന് ചേച്ചിക്ക് പിടിക്കാൻ പാടില്ലായിരുന്നോ? ഗൾഫുകാരനാന്ന് പറഞ്ഞാ കെട്ടിയത്, പിന്നല്ലേ തനിക്കോണം മനസ്സിലായത്. എന്റെ തലയിലെടുത്ത് ഇവക്കുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇനിയൊക്കെ അവക്കിട്ട് ഇഷ്ടം. കൂടെ ഉള്ളൂ. അതിങ്ങോട്ട് ഒഴിക്കേ. ഒഴിക്കട, സാധനം വരും. നീയേ അഭി വിളിച്ചിട്ട് ജവാൻ കൊണ്ടുവരാൻ പറ. ഞാനെപ്പോഴേ പറഞ്ഞു. ആഹാ, നീ കൊള്ളാമല്ലടാ. നീ മെച്ചപ്പെട്ടു പോയല്ല. ഒന്ന് പോണോ വെള്ളത്തിൽ വേറെ വല്ല സ്ഥലത്തും ഇങ്ങോട്ട് വരാം. വെള്ളം തരാന്ന്. ഹലോ, വെള്ളം തന്നാ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മളൊക്കെ തമ്മിൽ സഹകരണം പിന്നെ വെള്ളത്തിന് വേണ്ടിയാണ് ലോകമായത്തങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റേതായ രീതിയിൽ ചെയ്യണ്ടേ. ഇതിന് വേണ്ടിയിട്ടാണോ വെള്ളം? ഇതിന് കുടിക്കാൻ പോരെ. ചങ്കുപാടേണ്ടെന്ന് ഓർത്താ. ഹലോ, ആയടാ മക്കളെ പോറാ. ആരെയും അവർക്ക് കൊടുക്കുന്ന സാധനമൊന്നുമില്ല. ഓർഡർ ഉണ്ട്. ഇനിയിപ്പോ ആളിനെ വിളിച്ചു വരുത്തുവാണോ? ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ നല്ല മനസ്സാ. മറ്റേ പരിപാടിയായി പറമ്പിക്കറി പരസ്യമായിട്ട് കള്ളു കുടിക്കുന്ന നല്ല കാര്യമാണോ? സാറിവിടെ കുടിക്കാൻ കോട്ടറോട്ട് വന്നപ്പോ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ അച്ചാറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അടിക്കാണ്ടല്ലോ അങ്ങനെ വന്നടാ. സാറേ, ബട്ടൺ പൊട്ടിപ്പിടി സാറേ. പുതിയ വിടാനോ? വിട്ടിട്ട് നിനക്ക് ഓടാനല്ലേ? അന്തസ്സുള്ള കുടുംബത്തിൽ നിന്നതാ. അന്തസ്സുള്ള ചാച്ചപ്പൻ വാക്ക് പറഞ്ഞ വാക്കാ. വാക്കാ.
ഉള്ളി പിടിക്കരുത്, ജട്ടി ഇട്ടിട്ടില്ല. വിട് സാറേ, അടിക്കല്ലേ സാർ. ഒന്ന് വേഗം വാ മനുഷ്യ. അതെ, ഇവിടെ പറഞ്ഞതാ, പിള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ ലേറ്റായി, അതാ ഇറങ്ങാൻ വൈകിയത്. ഞാൻ കേറിയില്ലടി. വിളമ്പ് ചേച്ചി, ബീഫ് എടുക്കട്ടെ, കുറച്ച് ബീഫ് അവിടെ. ഓ പിടി. എന്താടാ വിളിക്കിരിക്കോ സാറേ? അണ്ടർ ഇട്ടോണ്ടാണോ വിളിക്കിരിക്കുന്നത്? അയ്യോ, പ്രിയപ്പെട്ടവരെ, വളപ്പിൽ വാണിയപ്പറമ്പിൽ പരസ്യ മദ്യപാനം നടത്തിയ ഒരു പറ്റം മദ്യപാനികളെയാണ് SI ലോനപ്പൻ സാറും സംഘവും പിടിച്ചുകൊണ്ടുവരുന്നത്. നിങ്ങൾക്കിപ്പോ ലൈവായിട്ട് കാണാം ഈ ഫേസ്ബുക്കിലൂടെ. അപ്പങ്ങാടിന്റെ കരയിൽ നിന്നാണ് ഈ മദ്യപാനികളെ സാർ പൊക്കിയിരിക്കുന്നത്. അതൊന്ന് കണ്ടേരെ. ഞാൻ ഞായറാഴ്ചകളിൽ മാത്രം കുടിക്കുന്ന ആളാണ്. ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ മുഴുക്കുടിയൻ. നീ പോടാ പാമ്പേ. മദ്യപാനി എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ തദ്ദേഹമാണ്. മുഖം ഒന്ന് കണ്ടേരെ സാറേ, ഒന്ന് കാണിച്ചു തരാം. ഞാൻ വന്നിട്ട് എടുത്തോളാം. പ്രിയപ്പെട്ടവരെ, പറ്റില്ലേ, ഇതാണ് ഇവിടെ നടക്കുന്നത്. സാറേ സാറേ, ഞാനാ വാർഡ് മെമ്പറാ സോണിത്തോപ്പിൽ. ഞാനാണ് സാറിനെ അറിയിച്ചത്. ശരി ശരി, ഇനി ഉണ്ടെങ്കിൽ നമുക്ക് മേലെ പോകാം. നീ എവിടെ പോകുന്നു? റേഷൻ കട പോയതാ സാറേ. അണ്ടർവെയർ തോളായിട്ടാണ് റേഷൻ കട പോകുന്നു. ഇട്ടോണ്ട് പോടാ. ആ പോ. എന്താ ഇത്? ഇത് വെള്ളം സോഡ സാറേ. എന്തിനാത്? അത് ഒരു മരുന്ന് കുടിക്കാനാ. സോഡ അഴിച്ചു കുടിക്കുന്ന മരുന്ന് എന്താന്ന് എനിക്കറിയാം. എൻ്റെ അപ്പൻ്റെ പേരെന്താടാ? ഗീവർഗീസ്. ഗീവർഗീസ്. ആവാ. എങ്ങോട്ടാ സാറേ? സ്റ്റേഷനിലോട്ട്. സാറേ ഞാൻ തന്നെ വരുന്നത്. കേറാ പറയാം. സാറേ വണ്ടി എടുക്കടാ, കേറ്. ഞാൻ വരണോ സാറേ? വണ്ടി എടുക്കടാ. പോട്ടെ. സാറേ സാറേ, ഒരർത്ഥം പറ്റി പോയി സാറേ. പറ്റരുത്. ഇനി പറ്റൂല സാറേ, ഞാൻ പൊയ്ക്കോട്ടെ. സാറേ, ഇയാള് പൊക്കോട്ടെ. കൂട്ടത്തിലുള്ളവന്മാർ ഓടിയില്ലേ, അവന്മാരെ വിളിക്കേ. ആര് സാറേ? നിന്റെ കൂടെ ഉള്ളവന്മാർ ഓടിയില്ലേ, അവന്മാര് വരട്ടെ, വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സാറേ സാറേ, പിള്ളേരാ സാറേ, പാവത്തുങ്ങളാ, നമ്മളെപ്പോലെ മനക്കെട്ടിയൊന്നുമില്ല സാറേ. അവന്മാര് വരാതെ നിന്നെ വിടുന്ന പ്രശ്നമില്ല. സംഘം ചെല്ലും മദ്യപാനം ശ്രീപീഡനം ഒക്കെ ഉണ്ടല്ലോ, ഞാനങ്ങ് ചാത്തിത്തരും. സാറേ, ഞാൻ ശ്രീപീഡനത്തിലൊന്നുമില്ല. വിളിയടാ അവന്മാര്. ബീഫ് എനിക്ക് വേണ്ട, ഞാൻ വെജാ. ഞാൻ പക്ഷെ നോൺ വെജാ. ഡേയ്, ഇവിടെ പുളിശ്ശേരി എന്തെങ്കിലും കൊടുത്താട്ടോ. ഇവിടെ കഴിക്കുമല്ലോ ബീഫ്? കഴിക്കും. ഹലോ, ചാച്ചപ്പഴത്തി കള്ളം നീ എന്നെ കൊണ്ട് ഇവിടെ വിട്ട് ഓടിയല്ലടാ. അതെ, ചാച്ചപ്പഴത്ത് എവിടാ? ഞാൻ സ്റ്റേഷനിലാടാ. ചാച്ചപ്പ ഞാൻ ഒരു വർക്കില്ല. ഊരണമെങ്കിൽ നീ വരണം. അങ്ങനെ പറഞ്ഞാ എങ്ങനെ? ഇത് ഏറ്റെടുത്ത് വർക്ക് തീർക്കണ്ടേ? മനുഷ്യനായ ഒരു ഉത്തരവാദിത്തം വേണ്ടേ ചാച്ചപ്പ? വർക്കോ? ഏത് വർക്ക്? എനിക്ക് ചെറിയൊരു വിളമ്പ് കിട്ടി. വിളമ്പോ? ചേട്ടാ, കുറച്ച് ബീഫ് എടുക്കട്ടെ. ബീഫോ? എന്റെ ചാച്ചപ്പ, ഞാൻ ഇപ്പൊ വന്നാ ശരിയാവൂല. ഞാൻ ഫോൺ വെക്കുവാണ്. അവനെന്ത് സുബി? ബീഫ് ഇങ്ങോട്ട്. അയ്യോ, ബീഫ് തരാം. എന്നെ പിടിയെ തിന്നല്ലേ, ഇത്ര ആക്രാന്തം. സാറേ, ഒരു വെള്ളം സോഡ മതി. സാറേ, ഞാൻ പൊക്കോട്ടെ, ഞാൻ ചെയ്തില്ലല്ലോ. ഇറങ്ങി വാടാ, വാ.
സാർ. ഇത് കണ്ടോ, ഇതൊന്നും വീട്ടിൽ വെക്കാൻ പറ്റത്തില്ല. പെണ്ണും പിള്ള മുട്ടൻ കലിപ്പ. എങ്ങനെയുണ്ട്? നീ ഒരു കലാകാരൻ്റെ മോനായതുകൊണ്ടാ ഇതൊക്കെ കാണിച്ചത്. കാറൽസ്മാൻ ചരിതത്തിന്റെ ചുവടിയാ, മനസ്സിലായോ? സ്ക്രിപ്റ്റ് ജോർജ് കുട്ടിയാസാന്റെ പൊന്നുപോലെയാ ഞാനിതൊക്കെ സൂക്ഷിക്കുന്നത്. ഈ സ്ക്രിപ്റ്റ് ലോക്കപ്പ് ഇരിക്കേണ്ടതാണോടാ? എത്ര എത്ര തട്ടിൽ കളിച്ചതാ. അതൊക്കെ ഒരു കാലം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നീ മനസ്സറിഞ്ഞൊന്ന് സഹായിക്കണം. ഞാൻ പറഞ്ഞു നോക്കാം. എടാ അത് പോരാ, ഇങ്ങനെ തിന്നും കുടിച്ചും ജീവിച്ചിട്ട് എന്താടാ കാര്യം? ജീവിതത്തിലൊരു ആത്മസംതൃപ്തിയൊക്കെ വേണ്ടേ? നിന്റെ അപ്പം തട്ടേ കയറിയ ശരിക്കും രാജാവായിരുന്നു, അമ്മ രാജ്ഞിയും. കാറൽസ്മാൻ ചരിതം തട്ട് പൊളിക്കാതെ അവരിറങ്ങിയിട്ടില്ല. അതൊന്നുകൂടെ തട്ടേ കയറ്റണം. അതെന്റെ വലിയൊരു ആഗ്രഹം. നടക്കും സാറേ, സാറിന്റെ ആഗ്രഹം നടന്നിരിക്കും. എന്താടോ ഇങ്ങോട്ട് മാറിക്കടോ സാറേ. എന്നാ ഞാൻ പോക്കട്ടെ. സാറേ, എന്റെ പരിചയത്തിലൊരാളാ. നല്ല കീടാണല്ലോ ആള്. സാറേ, പുള്ളിനെ കൂടെ ഒന്ന് കൊണ്ടുപോയിക്കോ. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം നടക്കണം. നടക്കും സാറേ. എന്ത് നടക്കുമെന്ന്? സാറിന് ഇപ്പൊ എന്താ നടക്കേണ്ടത് അത് നടക്കും. ഇവന്റെ അമ്മ നാടകത്തിൽ അഭിനയിക്കണം, അത് നടക്കും. ഇത്രേ ഉള്ളോ? നടക്കും, അല്ലെങ്കിൽ ചാച്ചപ്പം നടത്തിയിരിക്കും. ഉള്ളതാണോടാ? ഞാൻ ശരിയാക്കാം സാറേ. അപ്പോ ഓക്കെ സാർ, കാണാം. വേണ ഒന്നാം തരം ബീഫ് ഒലത്തിയത്. ചാച്ചപ്പ എന്തിനാണ് വന്നത്? ഞാൻ ചത്തെന്നറിയാം. അന്നേരത്തെ സാഹചര്യം എന്നെ പാതാളത്തിൽ തള്ളിയിട്ടിട്ട് നീയൊക്കെ രക്ഷപ്പെട്ടില്ലടാ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ ഇവനെ പറഞ്ഞു വിട്ടല്ലോ. ഇവനെ പറഞ്ഞു വിട്ട കഥ നീ പറയണ്ട. ക്ഷമിക്ക് ചാച്ചപ്പ, നമ്മുടെ മോനല്ലേ. എന്ത് ക്ഷമിക്കാൻ? നിനക്കൊക്കെ ഞാൻ എന്തോരം കള്ളു വാങ്ങി തന്നിട്ടുണ്ടാ. നന്ദി വേണം. എനിക്കല്ല, ഒരാവശ്യം വന്നപ്പോ കട്ടയ്ക്ക് കൂടെയ്ക്കുന്ന വിചാരിച്ചത്. ഞങ്ങളുടെ തടി ഇങ്ങോട്ട് നോക്കണ്ടേ? സാരമില്ല അച്ചപ്പ, തടിക്കേടല്ലാതെ ഇറങ്ങിയല്ല. നീ മിണ്ടരുത്. നീ എന്നെ കുറിച്ച് എന്താടാ പോലീസിനോട് പറഞ്ഞത്? പരിചയത്തിലൊരാളെന്നല്ലേ? ഞാൻ നിന്റെ ആശാനെന്ന് പറയാൻ നിനക്ക് എന്താടാ മനക്കേട്? പറയടാ. അത് ശരി, നിനക്ക് നാണക്കേടാണോടാ? ചാച്ചപ്പ എത്രയ്ക്ക് മോശമാണോടാ? എന്തായാലും നീ ആ പറഞ്ഞത് ശരിയായില്ല. നീ അങ്ങനൊക്കെ പറഞ്ഞല്ലേ, നമ്മുടെ ചാച്ചപ്പൻ ചേട്ടൻ നിനക്ക് പരിചയക്കാരനല്ലേ. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ലടാ. ആഹാ, ഇപ്പൊ എല്ലാം കൂടെ എന്റെ തലയിലായ. ചാച്ചപ്പ ഇതങ്ങ് പിടിച്ച. ഞങ്ങള് ചാച്ചപ്പനെ തള്ളി കളയോ? പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീയൊക്കെ എന്റെ വീക്ക്നെസ്സിലാ പിടിക്കണേ. ഈ ബീഫിലാണ് എന്നെ വീട്ടിൽ അടി. അനിയെ കുമ്പളങ്ങിലെ അമ്മായിയുടെ മോളുടെ പൗത്യസ് വിളിച്ചിട്ടില്ലേ? സാറയില്ലേ മോളെ? അമ്മച്ചി ആരാണ്ടൊക്കെ വന്നേക്കണ്. എന്തിനാണെന്ന് ചോദിക്കടി. പിരിവാണെങ്കിൽ പിന്നെ വരാൻ പറ. വാ, പിരിവുകാരല്ല, പഴയ പരിചയക്കാരാ. ഇതെന്നാ മീൻ? പുഴവറ്റയാണോ? അയിലയാ, കണ്ടാലറിഞ്ഞൂടെ? ചെറുക്കനെന്തേ? വർക്ക്ഷോപ്പില്. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. ഇത് ഗീവറു, ഇത് ഞാനാ. ഇത് സാറാ, നിന്റെ അമ്മയാ. അപ്പനും അമ്മയും ചവിട്ടുനാട തറച്ചാ പ്രേമിക്കുന്നത്, അതറിയാവോ മോക്ക്? കാറൽസ്മാൻ ചരിതം, അതിന്റെ ഫോട്ടോ ഒക്കെ സാറുടെ ഉണ്ടാവുമല്ലോ അല്ലേ? അതൊക്കെ ഞാൻ പണ്ടേ കീറിക്കളഞ്ഞു. ഞങ്ങളെല്ലാം കൂടി
നമ്മുടെ പഴയ യുവജന ചവിട്ടുനാടക കലാസമിതി ഒന്നുകൂടെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാറൽസ്മാൻ ഒന്നുകൂടെ കളിക്കണം. അതിൽ സാറ വേണം രാജ്ഞിയായിട്ട് തട്ടേ കയറാൻ. ഞാനില്ലേ മാറി. അമ്മച്ചീനെ ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അപ്പച്ചൻ പോയ പിന്നെ അമ്മച്ചി ഇങ്ങനെയാ. ആണോ? ആ, ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഞാനും ചേട്ടായി ഒരുപാട് ശ്രമിച്ചതാ. നിങ്ങൾ ബാക്കിയൊക്കെ നോക്കിക്കോ, അമ്മച്ചി വരും. ശരി മോളെ, വാ. ആ ചെറുക്കനെ ഞാനൊന്ന് വഴിയിലിട്ട് വളഞ്ഞായിരുന്നു. അവൻ നമ്മുടെ കൂടെ നിൽക്കും. ആ പെങ്കൊച്ചി മിടിക്കുക. അത് പിന്നെ കലാരക്തല്ലേ? അതെ അതെ. കണ്ണമാലി സെന്റ് ജോസഫ് പള്ളി തിരുനാളിനോടനുബന്ധിച്ച് 20 ഒക്ടോബർ 1997 രാത്രി 8-ന് യുവജന ചവിട്ടുനാടക കലാസമിതി ഗോത്തുരുത്ത് അവതരിപ്പിക്കുന്ന കാറൽസ്മാൻ ചരിതം സംഗീത ചവിട്ടുനാടകം. രംഗത്ത് ഗീ വർഗീസ്, എടി അപ്പച്ചൻ, സെബാൻ, ഈശി, കുഞ്ഞീശോ, ലോനപ്പൻ, സാറ, എടി അമ്മച്ചി ഉണ്ടടി. എല്ലാം അന്നേ കത്തിച്ച് കളയേണ്ടതായിരുന്നു. മെരിങ്ങൺ ലക്ഷണമൊന്നും കാണില്ലല്ലോടി. അതൊക്കെ ശരിയാവുന്നേ. പണി പാളിയാ പോലീസിനെ പണി വരും. എന്റെ ചേട്ടാവുന്ന അടങ്ങ്. അമ്മച്ചി നാടകം കളിക്കും, നോക്കിക്കോ. കൊള്ളാം. സാറ വന്നല്ലോ. എത്രയായി ചേട്ടാ? 50. കേറി വാ. പിള്ളേര് നിർബന്ധിച്ചതുകൊണ്ടാണ്. അത് പിന്നെ കലാബോധമുള്ള പിള്ളേരല്ലേ, അല്ലേടാ? അതെ. വാ. ആശാനെ അറിയാലോ അല്ലേ? തമ്പി ആശാൻ. നമസ്കാരം. ദി ഷാജൻ, ദി ജോൺസൺ. ആശാൻ എന്നാ പിന്നെ തുറന്നു. എന്നാ പിന്നെ നമുക്ക് ആ ഫ്ലോറിഫിസിനെ നോക്കാം അല്ലേ? ശരി, വാ തുടങ്ങാം. മ്യൂസിക്. സാനിയ, ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അതെല്ലാം യാഥാർത്ഥ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് എൻ്റെ ജീവിതം. ഈ ലോകത്ത് ഞാൻ ഏറ്റവും വെറുക്കുന്ന മരണത്തെ. നീയുള്ള ഈ ലോകത്തിലെ സന്തോഷങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത് എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം.
നീ എല്ലാം കൂടി എൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കട. ബർത്ത്ഡേ ഒരു മറ്റേ പരിപാടിയാ. കേക്ക്, മെഴുകുതിരി, കൈകൊട്ടിക്കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ പറഞ്ഞ പോലെ കേക്ക് വാങ്ങാണ്ടിരുന്ന ഞാൻ എത്ര തവണ പറഞ്ഞതാ മേടിക്കാൻ. കേക്ക് കോപ്പ് എൻ്റെ കൂമ്പോട്ട് കളഞ്ഞ. എനിക്ക് വേണ്ടത് വേറെ. ചാച്ചപ്പ ഞങ്ങളുടെ ചങ്കല്ലേ, എന്താ വേണ്ടെന്ന് വെച്ചാ പറ. ഇനി ഫുള്ള് വാങ്ങണോ? അതിന്റെ പൈസ ഞാനല്ലടാ കൊടുക്കണം. അതല്ല ചാച്ചപ്പ, എന്നാന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കത്ത ആഗ്രഹം അത് ഞങ്ങൾ നടത്തി തരും. അല്ലടാ? ആ, നീ ഒരെണ്ണം കൂടെ ഒഴിക്കാം. അതാണ് കൊടുക്കത്ത ആഗ്രഹം. ഒന്നാക്കണ്ട, ഒരു 3 എണ്ണം പിടിപ്പിക്കും. കുടിച്ച് ചാവുന്നതാ ഇഷ്ടം. ഒന്ന് വെള്ളം ഒഴിക്കല്ലേ? വേണ്ടേ? പറയട്ടെ പറയട്ടെ അങ്ങോട്ട് പറമുത്തേ. ചിരിക്കാൻ അങ്ങോട്ട് പറയുന്നുണ്ടോ? ജെസ്സിനെ ഒന്ന് കാണണം. എന്റെ ആഗ്രഹമാണ്. അവളുടെ ചക്കിനകത്തുണ്ട്. നേരിട്ടൊന്ന് കാണണം. പറ്റുവാടാ തണ്ടികളെ? കാണിച്ചു തരാൻ പറ്റൂടാ? നിങ്ങൾ മഹാലം പാണല്ലോ. പണ്ടങ്ങാട് പ്രേമിച്ച പെണ്ണിനിപ്പോ കാണണമെന്ന് പറഞ്ഞു കഴിഞ്ഞാ അവള് വേറെ ആളുടെ ഭാര്യയാണ്. എത്ര മക്കളെ പറ്റുണ്ടെന്ന് ആർക്കറിയാ? അവൾ എന്റെ ജെസ്സിയാ. ഞാൻ പ്രണയിച്ച എന്റെ ജെസ്സി. ഞാൻ കഴിഞ്ഞിട്ടല്ലേ അവൾക്ക് ഭർത്താവുണ്ടായത്, മക്കളുണ്ടായത്. ഒരു പെണ്ണിന് ആദ്യം ഉണ്ടാകുന്നത് കാമുകനാണ്. അത് കഴിഞ്ഞേ ഭർത്താവുള്ളൂ. അതുകൊണ്ട് ഏത് കാമുകിയും മരിക്കുന്നത് വരെ കാമുകനാധികാരം. നിങ്ങളടിച്ച് മൂടായില്ല. അബി ഒന്നുകൂടെ ഒഴിച്ച് കൊടുപ്പിച്ച് കിടത്ത്. എടാ, ചാച്ചനൊരാഗ്രഹം ഉണ്ടടാ, അത് നീ സാധിച്ചു തരണം. മിണ്ടരുത്. ചാച്ചൻ പറയാച്ച സാധിക്കാത്ത ഒരാഗ്രഹം ഈ ലോകത്തില്ല. പറ. നീ വെറും കാറ്റല്ല, കൊടുങ്കാറ്റാടാ. സ്നേഹത്തിന്റെ കൊടുങ്കാറ്റ്. അവൾ പറந்து போனாளே, என்னை மறந்து போனாளே, நாம் பார்க்கும் போது கண்கள் இரண்டு. அவள் பறந்து போனாளே, என்னை மறந்து போனாளே, நாம் பார்க்கும் போது கண்கள் இரண்டை கவர்ந்து போனாளே, போனாளே, என்னை மறந்து போனாளே. നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ, നമ്മളെ മാത്രം ഇഷ്ടപ്പെടല്ലപ്പാ. കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല. കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും വിരിയുകയില്ല. 100ന്റെ നോട്ടിന്റെ മുൻപിൽ ഒരു പാട്ടും പിറക്കുകയില്ല. 100ന്റെ നോട്ടിന്റെ മുൻപിൽ ഒരു പാട്ടും പിറക്കുകയില്ല. കാശിന്റെ കൊട്ടാരമുറ്റത്ത് ഒരു പൂവും ചാച്ചപ്പോ ചാച്ചപ്പൻ ചേട്ടോ, കണ്ണാടി ഒന്നും നോക്കണ്ട. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ലുക്കാ ലുക്ക്. ചാച്ചപ്പനല്ലേ ലുക്കല്ലേ? അല്ല, ഇനി എന്താ നമ്മുടെ പ്ലാൻ? നമ്മളങ്ങോട്ട് ചെല്ലുന്നു, ചുമ്മാ ഈ വഴി പോയപ്പോ കരുതാന്ന് പറയുന്നു. അതൊക്കെ കലിപ്പാവും. ഇങ്ങനെ വായി തോന്നുന്ന വിളിച്ചു പറയും, നാട്ടുകാരെ സീനാക്കും. നോക്ക്. എടീ, ഒന്ന് കഴിച്ചേ.
ഇതാണോ ജെസ്സി? ഓൾഡ് ഈസ് ഗോൾഡ്. ഈ ഷേപ്പിലായോ? ജെസ്സി ഇത്രയും പ്രതീക്ഷിച്ചില്ല. കേരള എന്ത് തോന്നുന്ന ഇത് കാണാനാണെങ്കിൽ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. വണ്ടി എടുക്കടാ. എക്സ്ക്യൂസ് മീ. എന്താ വേണ്ടേ? ചെറിയൊരു റിങ്. ഇത് നോക്കിയേ, എങ്ങനെയുണ്ട് ചേച്ചി? ഇത് മതി. എന്താ? ഇന്നലെ വീട്ടിൽ വന്നായിരുന്നു. ആര്? ഞാനൊരാളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് മിണ്ടാനൊന്നും പറ്റിയില്ല. നിന്നെ കാണാൻ വന്നതല്ലേ, നിനക്കങ്ങ് മിണ്ടായിരുന്നില്ലേ? ചേച്ചി എന്താടി? ദേ ഞാൻ പറഞ്ഞ ആള്. എവിടെ? ആഹാ, കൊള്ളാലോ. പിടിച്ച മോളെ. ഇന്നലെയും കാറിലാണോ വന്നത്? കൊള്ളാട്ടാ. ആരോമൽ പൂവാലി കുരുവി, വാഗപ്പൂമരക്കൊമ്പത്തെ കുരുവി, ആരാരും കാണാത്ത ചിരിയാൽ എന്റെ വാതിലിൽ വന്നൊരു കുരുവി, നിന്റെ തൂമിഴി കാണുന്ന നിമിഷം മനമാകെ പെയ്യും മൗനത്തിൻ മധുരം. ആരോമൽ പൂവാലി കുരുവി, വാഗപ്പൂമരക്കൊമ്പത്തെ കുരുവി, നിന്റെ തൂമിഴി കാണുന്ന നിമിഷം മനമാകെ പെയ്യും മൗനത്തിൻ മധുരം. നെഞ്ചം തുടിക്കണതെന്താണ്? അത് പൊന്തിപ്പറക്കണ പന്താണ്. നെഞ്ചം തുടിക്കണതെന്താണ്? അത് പൊന്തിപ്പറക്കണ പന്താണ്. ഒന്നും ഉരിയാടാതെ നിന്നെ കണ്ടു നിന്നു ഞാൻ. തെന്നൽ വരും നേരത്തോ മെല്ലെ പറന്നെങ്ങോ നീ. മനസ്സിന്റെ മണിക്കൂട്ടിൽ മലർപ്പൊടി തൂകി നീ. ജനലഴിയോരത്തോ അനുദിനം വന്നു നീ. ഏതോ മോഹത്തിൻ മഴ ചാറി എന്നുള്ളിൽ. നാളെ കാണാനായി കൊതിയോടെ രാവാകെ. നെഞ്ചം തുടിക്കണതെന്താണ്? അത് പൊന്തിപ്പറക്കണ പന്താണ്. നെഞ്ചം തുടിക്കണതെന്താണ്? അത് പൊന്തിപ്പറക്കണ പന്താണ്. വെയിലുഞ്ഞാലിൽ ഓരോ പകലാടുന്നേ. വേനൽ ശലഭം പോലെ പായും കനവോരോന്നേ.
ഒരു പൂവായി വിരിയുന്ന മുഖമേതോ മണിച്ചുണ്ടിലിളത്തേനായി ഉതിരുന്ന മൊഴിയേതോ കാണും ഓരോന്നും സഖിനിയായി മാറുന്നു ഓരോ മൗനങ്ങൾ നറുമഞ്ഞായി പെയ്യുന്നു ആരോ മൽപ്പൂവാലിക്കുരുവി വാഗപ്പൂമരക്കൊമ്പത്തെ കുരുവി നിന്റെ തൂമിഴി കാണുന്ന നിമിഷം മനമാകെ പെയ്യും മൗനത്തിൻ മധുരം നെഞ്ചം തുടിക്കണതെന്താണ് അത് പൊന്തിപ്പറക്കണ പന്താണ് നെഞ്ചം തുടിക്കണതെന്താണ് അത് പൊന്തിപ്പറക്കണ പന്താണ് അവളും ഞാനും ഒന്നിച്ചാ പഠിച്ചേ ഒന്നേ എന്നെണ്ണാൻ പഠിച്ചേ ഒന്നും രണ്ടെന്നും പഠിച്ചേ ഒന്നിൽ നിന്നും ഒന്നു പോയാൽ ഒന്നുമില്ലെന്നും പഠിച്ചേ നോക്കടാ. എങ്ങനെയുണ്ട്? സൂപ്പർ സൂപ്പർ അല്ലേ? എടാ ഈ ലൈൻ സെറ്റ് ആവുന്നതിന്റെ ചെലവിന് കോടിക്കുറ ബെസ്റ്റ്. കോടിക്കുറ എന്ന് പറഞ്ഞ ആന്ധ്രയിലെ ചിക്കൻ കറിയുടെ പേരാടാ. നല്ല എരിവുണ്ടാവും, പ്രേമം പോലെ. വിജയവാഡയിലെ ലളിതാക്കം പഠിപ്പിച്ചതാ. ഏതൊക്കെ? ലളിതാക്കാൻ. അയ്യോ, അങ്ങനെ ഇവന്റെ മുഖത്തൊരു ചിരി കണ്ട് എന്താ സന്തോഷം. ഒന്ന് പോടാ. ഈ പ്രേമമൊക്കെ വെറുതെയാണാ. കുറച്ച് കഴിയുമ്പോ വയറും ചാടി തടിയും വെച്ച് അവളോടെയൊക്കെ നരച്ച് ഭയങ്കര ബോറായിരിക്കും. എന്റെ അനുഭവം അതൊരു പൊളി പരിപാടിയായിരുന്നു. അന്ന് ചാച്ചപ്പൻ ഓടി ഓട്ടം കാണണ്ടായിരുന്നു. കാലമായിട്ട് നീ എന്നെ ഇട്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലടാ. എന്റെ പ്രായം നിനക്കറിയാവടാ. നീ എന്റെ അപ്പനാ. നിന്റെ അപ്പൂപ്പനുള്ള പ്രായമില്ലടാ പുള്ളിക്ക്. അത്രയുണ്ടോ? അത് നിന്റെ അപ്പന്. താങ്ക് യു. അപ്പൊ എന്റെ അപ്പൻ ഇത്ര നല്ല ഡൈ ആയിരുന്നല്ലേ. വെരി ഗുഡ്. ഇനി നീ കപ്പലിന്റെ എടുക്കല്ലേ. ചോറുണ്ട് നടക്കല്ലേ കപ്പലിന്റെ ഇരുന്നത്. നമുക്ക് അവിടെ പോയി കാണാം. എവിടെ? വീട്ടില് അല്ലടാ, പള്ളിയില്. നീ വാ. വാടാ. ഒന്നും രണ്ടെന്നും പഠിച്ചേ ഒന്നിൽ നിന്നും ഒന്നു പോയാൽ ഒന്നുമില്ലെന്നും പഠിച്ചേ. അക്കന്റെ പേരെന്താടാ? KV ജെസി നല്ലടോ കാമദേവ. ഞാൻ വരുമ്പോ ഒരെണ്ണം വെച്ചേക്കണേ. എല്ലാം തീർത്തേക്കരുത്. എടാ ഞാൻ വേണ്ട. ചേച്ചി ഒരു മിനിറ്റ്. നീ ആരെയും കിടന്ന് നോക്കുന്നേ? അത് പിന്നെ എക്സ്ക്യൂസ് മീ, ഈ ബേബി പോളിന്റെ വീട് എവിടെ? ഈ മാളിയക്കൽ ബേബി സാറിന്റെ വീടല്ലേ? ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഞങ്ങൾ ആ വഴിക്കാ. ഞങ്ങൾ വീട് കാണിച്ചു തരാം. ഓക്കെ, വാ കേറ്. നമുക്ക് നടന്നു പോവാം. അയ്യേ, എന്തിനാ നാണിക്കുന്നേ? വാ. ഒരു നാണക്കാരി. കേറടി. എവിടെ രാവുള്? എവിടെ വരാ? എടാ അവിടെ കാണാനല്ലോ. ഇവിടെ വരാന്നാ പറഞ്ഞിരുന്നേ. പള്ളി ഇവിടെ അല്ലേ ഉള്ളത്? പള്ളിയിൽ വരാന്നാ പറഞ്ഞിരുന്നേ. കാണാനില്ല. എന്നാ വളക്കി. എവിടെ പോയി കിടക്കുന്ന? എന്നെ മനസ്സിലായോ? അന്ന് രാത്രി പള്ളി പെരുന്നാളിന് പോൾ സാറിന്റെ വീട് കാണിച്ചേ. ഓ യെസ് യെസ്. അതെ, സാർ ഒരു ഹെൽപ്പ് ചെയ്യാവോ? ഹെൽപ്പോ? അയ്യോ, സാമ്പത്തിക സഹായം ഒന്നുമല്ല, ഒരാൾക്കൊരു ജോലി കൊടുത്താൽ മതി. ആർക്കാ? എന്താ ക്വാളിഫിക്കേഷൻ?
കമ്പ്യൂട്ടർ ഒക്കെ കഴിഞ്ഞതാ. എന്റെ കസിനാ. ആ നോക്കാം, എന്റെ ഓഫീസിൽ വന്നാൽ മതി, ഞാൻ കാർഡ് തരാം. ശരി. അലയ്ക്കുമിതേ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. ചാച്ചപ്പ എന്നാ വെള്ളം കൊണ്ടുപോടാ, അവൻ്റെ ഒരു കളി. ഏതാടാ ഈ വണ്ടി? ബെൻസിന്റെ ഈ ക്ലാസ്സാ. ഒരു 60 ലക്ഷം രൂപയോളം വരുവേ. 60 ലക്ഷം. അതിനും ടയർ 4, ഇതിനും ടയർ 4. എന്താടാ ഇതിന് വ്യത്യാസം? 60 ലക്ഷം രൂപ പോലും. എല്ലാം ഒന്ന് തന്നെ. ചാച്ചപ്പന അസൂയ. അതേടാ, എനിക്ക് അസൂയാണ്. ചാച്ചപ്പന് ജീവിതത്തിൽ ഇല്ലാത്ത അത് മാത്രമേ ഉള്ളൂ. അവന്റെ പോക്ക് കാണാനില്ലല്ലോടാ. അത് പോയി, പൊടി പോലും ഇല്ല. ആ മരിയ കൊച്ചേ, എങ്ങനെയുണ്ട് പുതിയ ഓഫീസും ജോലിയൊക്കെ? അടിപൊളിയാണോ? ആ കൊള്ളാം ചേട്ടാ. ഇനി ഒരു പിടി പിടിച്ചോളണം. അതിനാ നിന്നെ ഞാൻ കല്ലറക്കേന്ന് കയറ്റി വിട്ടത്. നീ വെറുതെ വേണ്ടാതിനും പറഞ്ഞ അവക്കടെ ഭാവി കളയല്ലേ റെജീനെ. ഇവക്കടെ ഭാവിക്കാ ഞാൻ ഇതൊക്കെ പറയുന്നേ. ഡീ, നിന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടാ പറഞ്ഞ വഴി ജോലി തന്നത്. കാശുള്ളവരെ കെട്ടി രക്ഷപ്പെട്ട എത്ര പേരുണ്ടെന്നറിയാവോ? അതൊക്കെ നമ്മുടെ മിടുക്കാ. മിടുക്ക് കൂടിയാലും കുഴപ്പമാണേ. ചേച്ചി, എനിക്ക് വേറൊരാളെ ഇഷ്ടാ. എന്റെ മാതാവേ, നീ ആള് കൊള്ളാലോടി. അതാരടി വേറെ? ഇതിലും നല്ല സെറ്റപ്പ് ആണെങ്കിൽ നമുക്കത് പിടിക്കാം. വർക്ക്ഷോപ്പിലാ ജോലി. അഭിന്ന പേര്. പാവ ചേച്ചി, എന്നെ കാണാൻ കടയിലും ബോട്ടുചെട്ടിയിലൊക്കെ വരാറുണ്ട്. പിന്നെ നീ എന്തിനാണ് അവിടെ പോയത്? അതാ ജോലിക്ക് ശമ്പളം കൂടുതലാണല്ലോ, അതാ ഞാൻ പോയത്. നിങ്ങൾക്ക് വേറെ പണിയില്ലേ? എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതി ഒപ്പിച്ചു കൂട്ടി വരുമ്പോ തട്ടിത്തെറിപ്പിച്ച് കളയാനാണെങ്കിലേ നീ എന്താന്ന് വെച്ചാ കാണിച്ചോ. പിന്നെ വിനയ് സാറ് നിന്നെ കണ്ട് മോഹിച്ചിട്ടുണ്ട്. അതിനിടെ അബി കിബി എന്നൊക്കെ പറഞ്ഞാലേ പെടുന്നത് നീയായിരിക്കും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനിയൊക്കെ നിന്റെ ഇഷ്ടം. ദേ, നിങ്ങളെ ആ പപ്പും പൂടൊക്കെ പറിച്ചിട്ടേ ഈ സവാള ഒന്ന് അരിഞ്ഞു വെച്ചേ. ഇത്ര ഉള്ളൂടി ഓറ. ഇത് വെച്ചപ്പോ ഞാൻ എങ്ങനെ മോര് കാച്ചാലോ? ചേച്ചി, എന്താ? മരിയ ഒന്ന് കാണായിരുന്നു. റെജീന ചേച്ചി, ദേ മരിയ അന്വേഷിച്ച ഒരാൾ വന്നിരിക്കുന്നു. ആരാ? ഞാൻ അബി, മരിയുടെ ഫ്രണ്ടാ. ദേ മോനെ, മരിയുടെ കല്യാണം നിശ്ചയിച്ച് അവളെ അവക്കടെ വഴിക്ക് വിട്ടേക്ക്.
ദിവസമായി നിന്നെ കണ്ടിട്ട്. അമ്മ അപ്പു അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഇറക്കി വെച്ചേക്കണേ. എന്തോന്നാടാ കാമുകിയെ കാണാൻ വന്നിരിക്കുകയാണോ? വിളിച്ചോട്ട് പോടാ ഇറങ്ങി. നിന്റെ ചേട്ടൻ ഇതാ നിൽക്കുന്നു, കൂടെ താമസോടി. നീ വേണം കുട്ടി പോടാ. അപ്പച്ചനാ ഇടി, നിന്റെ അപ്പച്ചന് സൗന്ദര്യം പോരാ. ഇതാ നിൽക്കുന്നു സുന്ദര എന്റെ പൊന്നുവാ. പൊന്നടിക്കാ പുതിയോട്ട് പോടാ. അടിക്കല്ലെന്നാ കണ്ടാലറിയാം മോഹൻ. ഇവിടെ തന്നെ അവൻ നിൽക്കണോക്ക്. ദിവസം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കണമെന്നറിയാത്. നിന്നെ നീ എപ്പോഴും അങ്ങനെയാടി. നീ പോടാ. ഒന്നുമില്ല, അവൻ വിറ്റ. അയ്യോ കണ്ടില്ല. ചേട്ടന്റെ മുള്ള കല്യാണത്തിന് ഇടാൻ പറ്റില്ല, സോറി. അത് സാരമില്ല. ബാ, സുഖല്ലേ? സുഖം തന്നെ. ചേട്ടന്റെ പേരെന്താ? പിന്നെ ഇപ്പൊ എവിടെയാ താമസം? ഇതുപോലൊരു നാണക്കേട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. സോറി ആച്ചാ. സോറി നാറി, നീയല്ല ഞാൻ. നിനക്ക് എവിടെയെങ്കിലും പോയി ചത്തുട. കൊള്ളാലോ കഥ. കഥയല്ല, ജീവിതമാ. എടാ നീ പറയുമ്പോ ജീവിതം, ഞാൻ കേൾക്കുമ്പോ കഥ. അത്രേ ഉള്ളൂ. ആക്ച്വലി വിനയ്, ദിസ് പ്രോജക്റ്റ് ഈസ് യുവർ ബേബി. നിങ്ങളുടെ ബുദ്ധിയാണിത്. പിന്നെ അതിനിടയിൽ എന്തിനാണ് ലൂയിസ്, സാനിയ? What do you mean? നമ്മൾ രണ്ടുപേരും മാത്രം പോരെ? Hope you get me. Yeah. Then we are doing this project together. Just you and me. Let's keep it discreet, okay? Yep, sure. This is the real him. Cheat. So now I will tell you what to do next. Dad, now it's your call. Are you sure? Yes, I hate him. ചേട്ടാ, ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ. അങ്ങോട്ട് ചേട്ടാ, ഞാൻ അവിടെ ഇറങ്ങിക്കോട്ടെ. മിണ്ടായിരുന്നവിടെ. നീ എന്തായാലും ചാവാൻ വേണ്ടി വന്നതല്ലേ? ചാവാൻ എന്തിനിടെ സമയം കാലവും ഒക്കെ നോക്കുന്നത്? നിന്നെ വിടാം. നീ അവിടെ ഇരിക്കേ, ഈ പണിയൊന്ന് കഴിയട്ടെ. അരി അരയ്ക്കുമ്പം പിറുപിറുത്തിട്ട് കുറുമ്പ് കാട്ടണ പെണ്ണേ, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി. കാറ്റടിക്കുമ്പം കഥ കടക്കണ നിനക്കിതെന്തൊരു പേടി, ആരാന്റെ വീട്ടില് പോയാലങ്ങനെ നീ പൊറുക്കുമടി. തുടി കൊട്ടുമ്പം ചെവിട് പൊത്തണ നിനക്കിതെന്തൊരു പേടി,
ആരാന്റെ വീട്ടിൽ പോയാലെങ്ങനെ നീ പൊറുക്കുമടി തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു മിന്നൽ പുളയുമ്പം കണ്ണു പൊത്തണ നിനക്കിതെന്തൊരു പേടി ആരാന്റെ വീട്ടിൽ പോയാലങ്ങനെ നീ പൊറുക്കുമടി പൂമരി പെയ്യുമ്പം പൊതപ്പെടുക്കണ നിനക്കിതെന്തൊരു പേടി ആരാന്റെ വീട്ടിൽ പോയാലങ്ങനെ നീ പൊറുക്കുമടി ലാവട്ടത്തിലും വിറച്ചിട്ട് വിളക്കെടുക്കണ പെണ്ണെ ആരാന്റെ വീട്ടിൽ പോയാലങ്ങനെ നീ പൊറുക്കുമടി തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു തന്നിന താതിന തന്താനു തക തന്നിന താതിന തന്താനു മച്ചാനേ എടാ എടാ നീ ഇവിടെ നിനക്കവനെ അറിയോ? നിനക്കവനെ ലോകത്തിലുള്ള സകല അലവലാദികളെ അറിയാമല്ലോ എന്താ എങ്ങനെ ചേർന്ന് ഒഴിക്കടാ എനിക്ക്. എടാ നിനക്ക് എന്നാ പറ്റിയടാ? ரொம்ப ഡള്ളാ ഇருக்கு. ക്യാവോ ഭായ്? എനിക്ക് പോണം. എങ്ങോട്ട്? കൊച്ചിക്കാണാ? ഞാനും വരണ്ട് മുത്തേ. അങ്ങോട്ടല്ലടാ. പിന്നെ എങ്ങോട്ടാ? നീ എന്തോ ഒരു വാലും തുമ്പില്ലാതെ പറയണ. പറയടാ. ഞാൻ ചാവാൻ ഇറങ്ങിയതാടാ. പോടാ. അതേടാ, ചാവാൻ തന്നെ ഇറങ്ങിയതാ. എന്താടാ നീ പറയണത്? ചാവാനാ? എന്താടാ? എന്നിറങ്ങി? രാവിലെ. എവിടെ നിന്നിറങ്ങിയ കാര്യോ? പറയടാ. ജയിലിൽ നിന്ന്. ഏത് ജയില്? എടാ പറയാൻ. പൂജപ്പുര. ഞാനൊന്നും അറിഞ്ഞില്ലല്ലോടാ. ഗോമുഖിൽ പോയതാ. തിരിച്ചു വരുമ്പോ ഗംഗോത്രി പെട്ടുപോയി. നീയും ഞാൻ അവസാനമായിട്ട് കണ്ടത് മരിയയുടെ അപ്പൻ്റെ കയ്യിന്ന് അന്ന് തെറിയും കേട്ട് പോന്നാ. പിന്നെ എന്താടാ ഉണ്ടായത്? എടാ പറയടാ, എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നത്? വരട്ടെ. നാളെ നമുക്ക് എല്ലാവരും കൂടെ വെച്ച് നോക്കാം. എന്നാലും മൊത്തത്തിലുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാവും. അപ്പൊ നാളെ എല്ലാവരും നേരത്തെ വരാൻ പറ്റും. എല്ലാവരും കേട്ടാലും നേരത്തെ എത്തണം കേട്ടോ. ശരി. നീയും പെണ്ണും കൂടി നിർബന്ധിച്ചിട്ടാ ഇതിന് നിന്ന് കൊടുത്തത്. വെറുതെ വേഷം കെട്ടലായെന്നാ എനിക്ക് തോന്നണത്. വണ്ടി നിർത്തടാ. നിർത്താനല്ലേ പറഞ്ഞത് നിന്നോട്? നീ കുടിച്ചിട്ടുണ്ടോ? കുടിച്ച് ചാവ്. തന്തയുടെ ഗുണം കിട്ടാതിരിക്കില്ലല്ലോ. നീ വണ്ടി എടുത്തേ. എന്താടാ? നീ വണ്ടി എടുക്ക്. ചേച്ചി വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട പിന്നെ ഞാൻ എങ്ങോട്ട് പോകാനാണ്? ഇയാൾ എന്നെ കൊണ്ട് പോകാനാ വന്നതെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ചേച്ചി, ചാച്ചപ്പൻ ചേട്ടൻ വന്ന് ചേച്ചിയെ കാണാനല്ല, പിന്നെ എനിക്ക് കൂട്ടുവന്നതാ. നീ എന്തിനാണ് വന്നേ? മറിയെ കാണാൻ. എനിക്ക് നിന്നെ ഇഷ്ടായിരുന്നു.
ഇപ്പൊ ഇല്ല. എന്നാ പൊട്ടട തുണി. ഞാൻ പറഞ്ഞാ നീ ഇറങ്ങിപ്പോവും അല്ലേ? അല്ലേടി ആരെങ്കിലും അതിന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ ഇറക്കി വിടൂല്ലേ? ഭാഗ്യവാനാളാ. അമ്മയെ പോലെ മോളും നല്ലവളായിരിക്കും. എനിക്കതിനുള്ള യോഗമില്ലാതെ പോയതാ. മരിയ, എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന് ഞാൻ കരുതിയത്. അമ്മച്ചിക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അറിയില്ല, കാണുമായിരിക്കും. താനെന്ന് പറഞ്ഞ ശരിയാക്കടോ. അപ്പച്ചനും അമ്മച്ചിക്ക് ഭയങ്കര സ്നേഹമല്ലേ? മറിയ, ഞാൻ തന്നെ തല്ലിയ താൻ തിരിച്ചല്ലോ. തല്ലി നോക്ക്, അപ്പ അറിയാം. ആഹാ, തല്ലട്ടെ. തിരിച്ചു തല്ലിയില്ലെങ്കിൽ എനിക്ക് വിഷമാവും. ഏയ്, അതിനെ ഞാൻ വിഷമിപ്പിക്കില്ല. അതെ അതെ, ഒരു മിനിറ്റ്. എല്ലാവരോടും കൂടി ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നമുക്കൊരു കളി ഒത്തു വന്നിട്ടുണ്ട്. നമ്മുടെ കാളമുക്കിലുള്ള ബേബി പോൾ സാറിന്റെ വീട്ടിലെ ഒരു നാടകം. വീട്ടിലോ? ആ, ഈ ബേബി പോൾ സാറിന്റെ വല്യമ്മച്ചിയുടെ 80ാം പിറന്നാളിന്റെ ആഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കാറൽസ്മാൻ ചരിതം കളിക്കാന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാരും കൂടെ ഒന്ന് ആഞ്ഞു പിടിച്ചാ അതൊരു വൻ വിജയമാക്കണം. അതെന്ത് പറച്ചില്ല? പള്ളി കളിക്കാനാണെന്നല്ലേ എന്നോട് പറഞ്ഞത്? അല്ല സാർ, ഒരു തട്ടൊത്തു വന്ന സ്ഥിതിക്ക് നമുക്ക് കളിക്കാലോ. അത് നല്ലതാ, ഒരു തട്ടൊത്തല്ലോ. ആ, എനിക്ക് പറ്റൂല. പള്ളിയിലാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്. നിങ്ങൾ വേറെ ആളെ നോക്കിക്കോ. സാറാ അനിയേ, നിന്നെ അമ്മ കോളടിച്ചല്ലോടി. എന്താണ്? നാടക ടട്ടക്കടമ്പോ അല്ലേ? നല്ല സെറ്റപ്പിലാന്നാ കേട്ടെ. ഏതായാലും 10,000 ആൾക്കാരുണ്ടോന്ന് ഇങ്ങനെ പറയുന്നു. ഞാനാ കളിക്കില്ല. അത് പറ്റി ചേച്ചി? എന്തുപറ്റി? അതെ, പള്ളി കളിക്കാനാണെന്ന് പറഞ്ഞ എന്നെ ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത്. എന്നിട്ട് ഇപ്പൊ കരക്കാരുടെ വീട്ടിൽ കളിക്കാനാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അമ്മച്ചി ചുമ്മാ ഉടക്കാൻ നിക്കല്ലേ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല കരക്കാരുടെ വീട്ടിൽ കളിക്കാൻ. സാറാ, എന്റെ പൊന്ന് സാറാ, ചതിക്കരുത്. സാറ ഇല്ലെങ്കിൽ പിന്നെ നാടകമില്ല. പള്ളി കളിക്കുന്നതിന് മുമ്പ് നമുക്കൊരു ഡ്രസ് റിഹേഴ്സൽ അങ്ങനെ കരുതിയാ മതി. ഇത് എന്താ അമ്മച്ചി ഇത്? നീ പൊടി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറ്റില്ല. എന്നെ വിട്ടേക്ക്. കൂട്ടത്തിൽ നിന്ന് കളി മുടക്കുന്ന വലിയ ചതിയാന്ന് ഗീവർ പറയാറുണ്ട്. ഗീവറിന്റെ പെണ്ണ് തന്നെ ചതി ചതിച്ചാ ഗീവറിന്റെ ആത്മാവ് പൊറുക്കുവോ? പണി പാടുപെടും. പണി പാളിയാ പിന്നെ നമ്മളെ ജീവിച്ചെടുത്തിട്ട് കാര്യമില്ല. ഈ കലാകാരന്മാരെ കൊണ്ടു നടക്കാന്ന് പറഞ്ഞ മെനക്കെട്ട് ഏർപ്പാടാ. ഏത് സമയത്ത് ഇടം തിരിയെന്ന് പറയാൻ പറ്റില്ലെന്നേ. മോളെ, നീ ഒന്നുകൂടെ നമ്മോട് പറഞ്ഞു നോക്ക്. വേണോ സാറേ? നിന്നെ എവിടെ കണ്ടിട്ടുണ്ടോടാ? ഞാനും സാറിനെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇത് പറ്റില്ല, എഴുതിക്കോ. ഞാൻ കാരണം കളി മുടങ്ങണ്ട. മതി സാറാ, അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കട്ടെ.
ചൊരച്ചൊരച്ച് കൈ ഒരഞ്ഞു പോരുത്. ഈ വർഷമെങ്കിലും തീരുവോടാ? തീരും. തീർന്നാ കൊള്ളാം. എന്താ ഇവിടെ? വെറുതെ. മോളെ മോളിരിക്കും. അയ്യോ, ഞാനിത് വഴി പോയപ്പോ വെറുതെ വന്നതാ. ദേ ആ പള്ളിയുടെ അപ്പുറത്താ എൻ്റെ ഓഫീസിൽ സിസ്ലി ചേച്ചിയുടെ വീട്. വെറുതെ പോയി കൊച്ചിനിപ്പോ എന്താ തരിക? അയ്യോ, ചായ ഉണ്ടാക്കട്ടെ? എനിക്കൊന്നും വേണ്ട. എടാ മോനിസേ, ഒരു 7 പോയിച്ചിട്ടുള്ള എന്നാ പിന്നെ ചായ ഉണ്ടാക്കാം. അപ്പൊ എല്ലാവർക്കും കുടിക്കാമല്ലോ. അത് ശരി, എല്ലാവർക്കും ചായ കുടിക്കാമല്ലോ. പോയി പണിയെടുക്കടാ. എന്നാ ഞാൻ ഉണ്ടാക്കട്ടെ. എവിടെയാ അടുക്കള? അടുക്കളയായിട്ടൊന്നുമില്ല. മോള് വാ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ എങ്ങനെ വെപ്പം കൂടിയൊന്നുമില്ല. ഞാൻ വിളിച്ചിട്ടൊന്നുമല്ല. പിന്നെ എന്നെ വിളിച്ചിട്ടാ വന്ന്. അബി, ചായ. ചേച്ചി ചായ പൊളിയാ. നല്ല ചായ. ഞാൻ പോട്ടെ. അതൊന്ന് പോക്കാ. വേഗം വിട്ടോ, അല്ലെങ്കിൽ ചാച്ചപ്പിനൊപ്പം മറിയെ കൊണ്ട് ചോറും കറിയും വെപ്പിക്കും. ഇതേ എന്റെ മോളാ. ഇനി നിന്നാ ബസ് പോവും, അതാ. ഞാൻ മറിയ ബസ് സ്റ്റോപ്പിലോട്ടിട്ട് വരാവേ. വേണ്ട, നീ ഇത് പിടിച്ചേ, ഞാൻ കൊണ്ടാക്കിട്ട് വരാം. വാ മോളെ, ആ കീ ഇങ്ങടുത്തേ. അതെ, കല്യാണത്തിന് മുമ്പ് ചുറ്റികളൊന്നും വേണ്ട കേട്ടോ. അത് കറക്റ്റ് കാര്യം. വാ മോള്, പണിയെടുക്കടാ. താക്കോലുണ്ടോടാ? അമ്മയോടെ അന്വേഷണം പറയണം കേട്ടോളെ. ചാച്ചപ്പാ പ്ലീസ്. പോട്ടെ. ശരി പോട്ടെ. ശരി, നോക്കിക്കൊണ്ടു പോണേ. കേറട്ടെ. പോട്ടെ. ബൈ. എന്നോടാ അവന്റെ യോഗം. കേറി പോടാ. കേറി പോകൂല്ലേ? എടാ മോനി, അമ്മച്ചിയുടെ നാടകം കാണാൻ മറിയ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ കുറവുണ്ടല്ലോ. നമുക്ക് ചാച്ചപ്പനെ പൊക്കണം. വരുവോ? വരുത്തണം, അല്ലെങ്കിൽ പുള്ളി വല്ല സന്യാസിയായി പോടാ. ഇപ്പൊ തന്നെ കാറ്റിനൊപ്പം ഹിമാലയത്തിൽ പോണെന്ന് പറഞ്ഞോണ്ടിരിക്കുക. ആണാ? ഈ പ്രേമിച്ച് നഷ്ടപ്പെട്ടവരാണ് സന്യാസിമാരാവുന്നത്. അല്ലടാ, ഈ പ്രേമം നഷ്ടപ്പെടാത്തവരാ സന്യാസിമാരാവുന്നത്. എപ്പോഴും പ്രേമിച്ചോണ്ടിരിക്കാൻ വേണ്ടിട്ട്. നീ വാ. പറയാൻ ചേട്ടാ, വരൂന്ന് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. കൃത്യസമയത്ത് അവിടെ എത്തിയാ പോരെ? ശരി. അമ്മച്ചി കാലുമാറോന്ന് അവരുടെ പേടി. നീ ഇവിടെ നിരിക്കേ, ഞാൻ റേഷൻ കടയിൽ പോയിട്ട് വരാം. എന്താ വേണ്ട? 2 ഷർട്ട്. സമയം എത്രയാടാ? 11:30. നല്ല പൂവുണ്ടല്ലോ. ഒരു പൈൻ്റ് എടുത്തിട്ടോടാ. നടക്കൂല ചാച്ചപ്പ, രാത്രിയുള്ള അടിയൊക്കെ മതി. അന്ന് നടക്കാത്തെ എന്റെ പൈസക്ക് ഞാൻ അടിക്കുന്നത് നിന്നോട് ചോദിക്കണം. ചാച്ചപ്പ നടക്കൂല എന്നാ നടക്കൂല. ചാച്ചപ്പ വണ്ടി എടുത്തേ. മരിക്കണം നേരത്തെ പോലും അണ്ണാക്കിൽ നീക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചില്ലെന്ന് എനിക്കറിയാം. ഞാൻ വാങ്ങിച്ചോളാം. ഒന്ന് മാറിയേ. നീ എന്നേ, ഞാൻ വാങ്ങാം. അങ്ങോട്ട് 1/2 ലിറ്റർ മതി കേട്ടാ. മതിയോ? നിനക്ക് ഒരു തുള്ളി പോലും തരില്ല. നീങ്ങുന്നില്ല. എന്താ പണി ഇത്? നല്ല തിരക്കാണല്ലേ? ആരാ ഒപ്പിക്കുന്നത്?
നിർമ്മലാണോ? ഇപ്പൊ കിട്ടാനാ ചേട്ടാ നമ്മുടെ സാമയിക്കുന്നുള്ള സാമിന്റെ കൊടുക്കടാ, സാമമായി തരും. സാമേ ചാച്ചപ്പനാടാ, ഒന്ന് വായിക്കടാ, കൊടുക്കടാ. ഓക്കേ വേണ്ടേട്ടാ, ഭാഗ്യൊന്നും ഇല്ല ചേട്ടാ. ഓ വില കൂടിയാ. അയ്യോ, അത് പിന്നെ ഇത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല, ചാച്ചപ്പന് വേണ്ടി വാങ്ങിയതാ. ഇതേ ചാച്ചപ്പൻ നിൽക്കുന്നു. ഞാൻ എപ്പോഴാ നിന്നോട് പറഞ്ഞേ? പകലടിക്കല്ലെന്നല്ലേ ഞാൻ നിന്നോട് പറഞ്ഞേ? അയ്യോ, ഇത് എന്ത് പറച്ചിലാണ് ചാച്ചപ്പ? എന്താ ഒരുമാതിരി ആവശ്യമില്ലാത്ത പരിപാടികളിൽ കേട്ടാ, കരൾവാടി പോവും. ഒരുമാതിരി മറ്റേടത്തെ പരിപാടി ആയിപ്പോട്ടോ അത്. എന്ത് നീ നോക്കിയാടാ, എന്ത് ഒരുപാട് പേര് കള്ളു കുടിക്കുന്നുണ്ട്, എന്താ കുഴപ്പം? ഈ ലോകത്ത് കള്ളു കുടിക്കാത്ത ആളുകളാരാണ്? പിടിച്ചേ, നിങ്ങൾക്കത് പറയാം. നിങ്ങളത് മനഃപൂർവ്വം വിളിച്ചാ എനിക്ക് നന്നായിട്ട് അറിയാം. തലതെറിച്ച അസൂയ നിങ്ങൾക്ക് ആണോ? നോക്കിയേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നീ 2 എണ്ണം അടിക്കുന്ന കൂട്ടത്തിലാണെന്ന് അവൾക്കിന്ന് മനസ്സിലായി. നീ 2 എണ്ണം വിട്ടാ കുഴപ്പമില്ലെന്ന് നിനക്ക് മനസ്സിലായില്ല. അതാണ് ചാച്ചപ്പൻ. ഞാൻ പിടിക്കാം. ഈ ബില്ല് പോക്കറ്റ് ഇട്ടു. ഓക്കെ, പോവാം. ആട് 3, താറാവ് 60, കോഴി ഒരു 100. അല്ലേ വേണ്ട, 50 എണ്ണം മതി. 50 എണ്ണം മതിയോ? മതിയെന്നേ, അത് മതി. പിന്നെ പോത്ത് നാടൻ മതി. നല്ല നാടൻ പോത്തിനെ വെട്ടി അരിഞ്ഞ് വരട്ടിയിട്ട് ഒത്തിരി കാലമായി. നാടൻ പോത്തിനെ എവിടെ കിട്ടാണ്? നമുക്ക് വെട്ടാനുള്ള പോത്ത് പീരുമേട്ടി നിപ്പുണ്ടെന്നേ. പീരുമേട്ടി നീ കരയിലേക്ക് വരുന്ന ആദ്യത്തെ പോത്തായിരിക്കും. അതെ അതെ, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. ആയിക്കോട്ടെ. സ്റ്റേജുകാരാ ഇപ്പൊ വിളിച്ചത്, അവർ 6 മണിയാവുമ്പോ എത്തും. ഏതായാലും ഈ ആഴ്ച കോളടിച്ചത് ഇവനല്ലേ, മിണ്ടാതിരിക്കണ. വണ്ടി ഓടിക്കട്ടെ ചാച്ചപ്പ. ആ കാറ്റോടാ, അവൻ ഉണ്ടായിരുന്ന ഒരു പാട്ട് പാടിക്കായിരുന്നു. ജെസി, നിനക്കെന്തു തോന്നി? വേണ്ട, നിനക്കൊന്നും തോന്നണ്ട, എനിക്ക് തോന്നിക്കോളും. പാട്ടുപാടാൻ പറഞ്ഞോണ്ട് വേണ്ടെങ്കിൽ വേണ്ട. നാളെ നാടകം, ചാച്ചപ്പൻ വരണം കേട്ടാ. ഞാൻ വരണോടാ. പിന്നെ വരാതെ? മരിയേം അപ്പനും അമ്മയും ഒക്കെ വരണുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വരണമെന്ന് ചോദിച്ചേ. മരുമോനെ മരുമോനെ പിറക്കാതെ പോയ മരുമോനെ, പിറക്കാതെ പോയ മരുമകനെ. ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്നലെയോടാ നാടകം? അതെ, നന്നായി. നിന്റെ അമ്മയ്ക്കൊരു മാറ്റം ആവശ്യമാണ്. ശരി, മരിയയുടെ കാര്യം ഞാൻ അറിഞ്ഞു കേട്ടോ. ചുരുങ്ങുന്നില്ലേ? ഓ, നീ ധൃതി വെക്കാതെടി. പള്ളി വെച്ച് ജോസിനെ കണ്ടായിരുന്നു. ജോസിയുടെ മോന് നമ്മുടെ മരിയാനെ ഇഷ്ടാണെന്ന് പറഞ്ഞു. നല്ല ആലോചനയാണ് കേട്ടാ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളു. നീ ചവിട്ട് തേടാൻ കാണാൻ വരുന്നില്ലേ? ആ, ഞാൻ വന്നേക്കാം. കാണാം. എന്നാ പോയച്ചും വാ. നമസ്കാരം. വാ വാ വാ. ഹലോ ജെയിംസേ, വേഗോട്ടെ. ബേബിച്ചായൻ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. 2 സവോള ഇങ്ങോട്ട്. അല്ല, ഇതെന്താ ഒന്നും ആയില്ലേടാ? അത് ഒന്ന് വേഗമാവട്ടെ, നേരെ ഒന്ന് പോയി.
അതിലുണ്ടല്ലോ. ഏത്? അതിലുണ്ടല്ലോ. നിന്റെ കുഞ്ഞമ്മയുടെ കല്യാണം എന്റെ ചാച്ചപ്പ നിനക്ക് ഒഴിച്ചു കൊടുത്താ അത് കഴിക്കുക നിങ്ങൾ ആദ്യം. ഒഴിച്ചു കൊടുത്താ നിങ്ങൾ കഴിക്കാതെ എവിടെ ഇരിക്കണം? മോനെ ഒരു 90 ഒഴിയടാ. കഴിച്ചോ. ഞാൻ കഴിച്ചിട്ടേ ഓരോരുത്തോ മോന്. ഹലോ ഹലോ, നമസ്കാരം. 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 താനാണോ ഫേസ്ബുക്കിൽ ഞങ്ങളെ ഇട്ട് നട്ടിച്ച്? നീ ആരെന്നാണ് നിന്റെ വിചാരം? നീ ലൈവ് ഇടൂലേ? നീ അവിടെ വെക്കണം. നീ ലൈവ് ഇടൂലേ? വാർഡ് മെമ്പർ ഇത് കുടിക്കണ കാണാം. നീ കുടിക്കണ കാണാം. നിന്നൊക്കെ കാണിച്ചു തരാം. ഓടാ ഓടാ, നിന്നെയൊക്കെ ഞാൻ കണ്ടോളാം. ഈ മേടിച്ച നീ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവന്മാരെ വിളിക്കുന്ന എല്ലാ ജോണി മനസ്സിലായില്ലേ? ജോണി ചെങ്കാറിലെ നമ്മുടെ കൈതവനയിലെ പ്രാഞ്ചി. അയ്യോ, അത് ഞാനല്ല, ഇവളുടെ ഇളയപ്പന. അത് ശരിയാ. ഇവളൊരു നല്ല കലാകാരിയാണ്. ഓ അത്ര പ്രാഞ്ചി സ്റ്റേജിലുണ്ട്. ഇതാ നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ. അതെ, നമുക്ക് രണ്ടെണ്ണം അടിക്കണ്ടേ? പിന്നെന്താ? വാന്നാ. ഇത് നീ അടിക്കണോ ഞാൻ ചാച്ചപ്പൻ കഴിച്ചാൽ ഞാനിപ്പോ 4 അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഇന്നിപ്പോ എങ്ങനെയാവൂ? നോക്കിപ്പോടാ. വാ വാ. എന്തോള്ളേ? റമ്മ, ബ്രാൻഡി, വിസ്കി, വോഡ്ക ഉണ്ട്. ബ്രാൻഡി എടുക്കും. സോഡ ഒഴിക്കട്ടെ? ആ ഒഴിച്ചു. അപ്പൊ cheers. Okay. ചെറുതാണ്. കൊറേ ആയല്ലോ. എൻ്റെ അടുത്ത് ദേഷ്യമല്ലോ ഉണ്ടോ? എനിക്ക് എന്തിനാ ദേഷ്യം? എന്നാ ചാച്ചപ്പന്റെ ചേട്ടനോട് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. എന്തിനാ? ജെസ്സി ഞാൻ കെട്ടിയതുകൊണ്ടാണോ? ചുമ്മാ അവന്മാര് വെറുതെ തള്ളണല്ലേ. രണ്ടെണ്ണം ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങനെ പരിപാടിയാണോ ഇരിക്കണത്? പാട്ട് പാടാം. ജെസ്സിയാ പാടണേ. ജെസ്സിയോ? കുത്തി മുറിച്ച് അങ്ങോട്ടോ കടിക്കാൻ നോക്കി. ഇപ്പോഴൊക്കെ കിട്ടും. അവൾ ഇത്ര നന്നായി പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പാടും, എനിക്കറിയാം. സ്കൂളിൽ പാടിയ പാട്ടാ പണ്ടേ. രാമനെ ജോണിക്ക് ഇവനെ അറിയാലോ. അന്നൊന്നില്ലേ? എന്ത് പറയടാ? എന്ത്? ഞാൻ പറഞ്ഞോളാം. ചുമ്മാ രാജപ്പ. എന്താ? ഇവൻ അവളെ ഇഷ്ടമാണ്. അത് നീ
ചെയ്തു കൊടുക്കണം ജോണി. ആരെ ചാച്ചപ്പാ ചാച്ചപ്പൻ എന്തിനാ പറയാൻ പോയപ്പോ? എന്തിനാ പറയാൻ പോയത്? പോയി അവളോട് ഇനി വെള്ള ജോലി സമ്മതിച്ചു പറയണ. ആ ചെല്ലണ കഴുതേ. മെയ്യൈ വിരുദ്ധം. ഈ കലാരൂപത്തിലെ എല്ലാ കലാകാരന്മാരും ഒത്തുചേർന്ന് അവർ ആകാശവും ഭൂമിയും വണങ്ങി ദൈവത്തെ നമിക്കുന്നു. പാവല്ലേ അവൻ. നിനക്കെന്താണോ ബ്രാൻഡ് അവിടെ ഇരിക്കുന്നത്? ഒരു കാര്യം പറയാനാ. ആദരങ്ങൾ ഉഗ്രപ്രതാപവാനായ കാർൽസ്മാൻ ചക്രവർത്തിയുടെ വീരശൂരനും തുർക്കുദേശത്തിന്റെ അധീപനുമായ അൽബ്രാർത്ത് ചക്രവർത്തിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സന്ദേശം ദൂതൻ വശം കൊടുത്തുവിടുന്നു. എങ്കും പൂകൾ ചിറയുന്ന പൊങ്കും നഗരിൽ എങ്കും പൂകൾ ചിറയുന്ന പൊങ്കും നഗരിൽ തുങ്കനായി വാഴുകിன்ற തങ്കാമൂടിയരേശൻ തുങ്കനായി വാഴുകിன்ற തങ്കാമൂടിയരേശൻ ആണ്ടോനാരുൾ പടിക്ക് മണ്ഡലാമി ആണ്ടോനാരുൾ പടിക്ക് മണ്ഡലാമീതിലെങ്കും കുണ്ടളി വീരർകളെ തുണ്ടായി തൂരത്തിടുവെ കുണ്ടളി വീരർകളെ തുണ്ടായി തൂരത്തിടുവെ എങ്കും പൂകൾ ചിറൈത പൊങ്കും ഫ്രാൻസൈ നഗരിൽ എങ്കും പൂകൾ ചിറൈത പൊങ്കും ഫ്രാൻസൈ നഗരിൽ തുങ്കനായി വാഴുകിன்ற തങ്കാ തുങ്കനായി വാഴുകിன்ற തങ്കാമൂടിയ അൽബ്രാർത്ത് ചക്രവർത്തിയുടെ ഏകമകളും പെരബ്രാസിന്റെ സഹോദരിയുമായ ഞാനിപ്പോ വരാം. തന്റെ തോഴിമാരുമൊത്ത് ഉദ്യാനത്തിൽ ഉല്ലസിക്കുന്നു. മോൾക്കൊന്നും പറ്റിയായിരുന്നോ? ആരാ മോളെ അയാള്? മോളെ ആരാ മോളെ അത്? ഈ കുട്ടീനെ ആരെന്ന് ഉപദ്രവിക്കും? ഇത് ഞാനല്ല. പ്രതിജ്ഞാബദ്ധനായ പെരബ്രാസ് സഹോദരിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിനായി ഫ്രാൻസിലേക്ക് പുറപ്പെടുന്നു.
സാറേ സാറേ ഞാൻ സാറേ വേറൊരാൾ എനിക്ക് സാറേ ഞാനൊന്നും ചെയ്തില്ല സാറേ സാറേ ഞാൻ സാറേ അയ്യോ സാറേ ഞാനല്ല സാറേ എന്നെ വിട് സാറേ സാറേ ഞാൻ കണ്ട സാറേ വേറെ തന്നെ സാറേ അയ്യോ സാറേ വിട് സാറേ സാറേ പ്ലീസ് സാറേ ഞാനല്ല സാറേ സാറേ ചാച്ചപ്പ 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 അമ്മച്ചി ഞാനൊന്നും ചെയ്തില്ല എന്നെ വിടാൻ അമ്മച്ചി ഞാനല്ല അമ്മച്ചി എന്നെ കൊണ്ടുവന്നിട്ട് പറ അമ്മച്ചി അയ്യോ സാറേ ചാച്ചപ്പ ചാച്ചപ്പ എന്നെ കൊണ്ടുവരെന്ന് പറ ചാച്ചപ്പ ഞാൻ ഒന്നും ചെയ്തില്ല ചാച്ചപ്പ സാറേ വിട് സാറേ ഞാനല്ല സാറേ സാറേ പ്ലീസ് സാറേ സാറേ ഞാൻ ഒന്നും ചെയ്തില്ല സാറേ സാറേ പ്ലീസ് എന്നെ കൊണ്ടുവരാൻ സാറേ സാറേ ഞാനല്ല അടാറ് സീനായി പോലണം മുത്തേ. എവിടെ തൊട്ടാലും പൊള്ളാടാ. അതിന് ചാകാൻ മാത്രമൊക്കെ ഉണ്ടോടാ? അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്നേ ചാകണ്ടാടാ. ചാകുന്നതിനാടാ നല്ലത്. കോപ്പിലെ ജീവിതം കോളേജിലോ കിട്ടിയില്ല, ഒരു ജോലിയും കിട്ടിയില്ല, ഇഷ്ടപ്പെട്ട പെണ്ണും പോയി, ഇപ്പത് ചെയ്യാത്ത ഒറ്റത്തിന് ജയിലും. എന്നും തോറ്റിട്ടേ ഉള്ളൂ. ഇനിയെങ്കിലും എനിക്കും ജയിക്കണം. എല്ലാരും പറയണ അനുസരിക്കണവനാ ഞാൻ. ആരെയും തടയാനും എനിക്കറിയില്ല. നിന്നെ എന്തു പറഞ്ഞടാ ഞാൻ? എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. ഞാനൊന്ന് ജയിച്ചോട്ടറാ. എല്ലാരും എന്നെ കാറ്റേന്നാ വിളിക്കുന്നു. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് ആർക്കും അറിയില്ല, എനിക്കും അറിയില്ല. ആരും എന്നോട് ചോദിക്കാറുമില്ല. ആര് വിളിച്ചാലും കൂടെ പോവും. നിന്റെ കൂടെ വരണമെന്ന് എനിക്കുണ്ട്. പക്ഷെ ഒരിക്കലും എനിക്ക് പേടിയാടാ. എടാ അബി, എടാ കള്ള തള്ള, നീ ആരാ പലവിളിക്ക് പോണത്? എന്തല്ല പൊക്കോട്ടാ പാമ്പയനാണ്. കളി മുഴുവൻ കണ്ടിട്ട് ഇവിടുന്ന് പോയാ മതി. എടാ ഈ ഇന്റർവെല്ലിന് കാണുന്ന ഈ പരിപാടി ഉണ്ടല്ലോ ഇവിടെ വേണ്ട. ഇവനിവിടെ നിന്ന് ഇറങ്ങിയിട്ടേ നമുക്കിട്ടേ പണി തരില്ലെന്ന് എന്താ ഉറപ്പ്? നമ്മളെ സ്കെച്ച് ചെയ്തിട്ട് ഇവനെ കളം വിട്ടാ മതി. മനസ്സിലാ അണ്ണാ? അവൻ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല, അറിയാവുന്നവൻ. എന്തരടി എന്ത് ഏത് തന്തയില്ലാത്തവനാണെന്ന് പറഞ്ഞത്? ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതവനാണെന്ന് പറഞ്ഞത് എനിക്ക് അറിയണ്ട. പോയി വണ്ടി ഇടാ, പോയി വണ്ടി എടുക്ക. നെഞ്ചത്തല്ലെങ്കിൽ പുറത്ത് വണ്ടി ഇറങ്ങണം. രാമേന്ദ്ര ആണ്ട് അയാളെ കേട്ടി വിളിച്ചാണ്. എന്തിന്? എടേ ആ അയാളെ കേട്ടി വിളി. ആ പെട്ടതലേ ആ മൊട്ടയാ. ആ അങ്ങോട്ട് ചെല്ല്. ആ കഴുത്തിൽ വിസിരി നോക്കിയവേ. ഒന്ന് അവിടെ വരെ വരണം. എന്താ അവിടെ ഒരാള് കാത്തി നിൽക്കുക. എന്തിനാ? അതെ, അയാള് പറയും വാ. മക്കളെ മാറി നിൽക്കടാ. വാ സാറ് വന്നാണ്. ഇതാ ആള്. ഇയാൾക്ക് എന്നെ മനസ്സിലായടേ? 6 മീൽ ആര്യന്റെ അച്ഛനാണ് ഞാൻ. നീ എന്റെ പയ്യലിനെ ഓടിക്കത്തില്ലടേ? അത് പിന്നെ മിണ്ടരുത്, തീർത്തളയും ഞാൻ. ഇന്നവ ഓടിയില്ലെങ്കിലേ ഈ ജീവിതകാലം മുഴുവൻ അവ ഓടത്തില്ല. ഈ ജീവിതം എന്ന് പറയുന്നതേ ഒരു ഓട്ട മത്സരമാണ്. ജയവും തോൽവി ഇതൊന്നുമല്ല, ഓടുന്നതിലാണ് കാര്യം. നിനക്കറിയാടേ, നീയും ഞാനും ഈ കാണുന്നവന്മാരും ഒക്കെ ഓടി ജയിച്ചിട്ട് തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. 1000 ലക്ഷവും അതിനപ്പുറവും ഓട്ടക്കാരിന്ന് ജയിച്ച് അമ്മയുടെ ഗർഭപാത്രത്തിലും കയറി ജയിച്ച ഇവിടെ എത്തിയത്.
അവിടെ ജയിക്കാമെങ്കിൽ പിന്നെ ഇവിടെ എങ്ങനെയാണ് തോക്കുന്നേ? അതുകൊണ്ട് ഓടിക്കണ്ടെന്ന് ഇയാൾ അങ്ങനെ അങ്ങ് തീരുമാനിക്കണ്ട. വല്ലതും പറ്റിയാൽ പറ്റൂല പറ്റൂല. പുഴ കണ്ട ചാടണം, തീ കണ്ട പിടിക്കണം, കാറ്റടിച്ച കാൽ ഉറപ്പിച്ച് നിൽക്കണം. അവിടെയാണോ ജയിക്കുന്നത്? എന്ന് നീ അവനെ കളത്തിലേക്ക് ഇറക്കി നിർത്ത്. അവൻ ജയിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണട്ടടാ സാറേ. On your mark. Set. കഴിഞ്ഞോ? ഞാൻ ഇറങ്ങുക. എന്നാ വരൂ, ഞാൻ അങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യാം. ഇല്ല, കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കേ. വാ, ഞാനും ആ വഴിക്കാം. പിടിയടാ അവനെ. ഇറങ്ങിച്ചെല്ലടാ. വണ്ടിയിലോട്ട് പിടിച്ച് കയറ്റ്. അവനെ വണ്ടിക്ക് Yeah!
അവരെ പിടിയാമോ? അതിജീവനത്തിനു വേണ്ടിയുള്ള ഓട്ടം അബിക്ക് പുതിയ തിരിച്ചറിവുകൾ നൽകി. കല്യാണപ്പന്തലിൽ നിന്നും മരിയെ ഇറക്കിക്കൊണ്ടുവരാൻ പോലും അത് അവനെ പ്രാപ്തനാക്കി. ജീവിത വിജയം നല്ല ഓട്ടക്കാർക്കുള്ളതാണ്. കാലിടറിയാലും വീണുപോയാലും വീണ്ടും എഴുന്നേറ്റ് ഓടാൻ തയ്യാറുള്ളവർക്ക് മാത്രം. ജീവിതയാത്രയിലെ പുതിയ ഓട്ടങ്ങൾക്ക് കൂട്ടായി ഇനി അബിക്കൊപ്പം മരിയയും ഉണ്ടാവും.